ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ രക്തത്താൽ ജയമെടുക്കുന്നു. തലമുണക്കിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. രക്തത്താൽ ജയമെടുക്കുകയാണപ്പ. 2000 വർഷം മുമ്പ് കർത്താവേ അങ്ങ് കർത്താവേ പറഞ്ഞു, ഹല്ലേലൂയ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മനസ്സാന്തരപ്പെടുവിനെന്ന് അങ്ങ് ഞങ്ങൾ കർത്താവേ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദൈവമേ, നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എന്നാൽ കർത്താവേ അങ്ങ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങ് കർത്താവേ ഈ വണ്ണം പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞു, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവരാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും കടന്നു വരണം. കർത്താവേ സ്തോത്രം, ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ആ ഇഷ്ടം ഇന്ന് ഭൂമിയിൽ ആയിത്തീരുവാൻ തക്കവണ്ണം എന്റെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അങ്ങയുടെ ആ ഇഷ്ടത്തിന് വേണ്ടിയാണല്ലോ അപ്പ 2000 വർഷം മുമ്പ് ആ കാൽവരിയില് തന്റെ ഓമന കുമാരനെ തകർത്ത് കളയുവാൻ എന്റെ പിതാവിന് ഇഷ്ടം തോന്നിയത് കർത്താവേ. ആ ഇഷ്ടം കർത്താവേ ഞങ്ങളത് തിരിച്ചറിയുന്ന കർത്താവേ, രക്തത്താൽ ജയമെടുക്കുകയാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം എല്ലാവരും മനസ്സാന്തരപ്പെടുവാൻ എന്റെ ദൈവത്തിന് ഇഷ്ടമായി തീർന്നത് കൊണ്ട് കർത്താവേ ആ വെളിപ്പാട് ലഭിച്ച കർത്താവേ ദൈവദാസന്മാരെ എന്റെ സ്വർഗത്തിലെ ദൈവം അഭിഷേകം ചെയ്ത കർത്താവേ സ്തോത്രം ദൈവദാസന്മാരെ, ദൈവ മക്കള് ഒരുപോലെ കർത്താവേ ലോകരാജ്യങ്ങളിലേക്ക് ആ ഇഷ്ടമൊന്ന് വ്യാപരിക്കുവാൻ തക്കവണ്ണം കർത്താവേ ഇന്ന് കൂടിയിരിക്കുമ്പോൾ വിശേഷാൽ കർത്താവേ ഈ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ കർത്താവേ സ്തോത്രം ആ ദൈവ സുവിശേഷത്തിന്റെ ആ തേജസ്സേറിയ ആ സുവിശേഷത്തിന്റെ പ്രകാശം കർത്താവേ ഓരോ മണ്ഡലങ്ങളിലും ഓരോ ദൈവ കർത്താവേ മനുഷ്യരുടെ മനസ്സിലേക്ക് അതിന്റെ പ്രകാശം ഇത് ചൊരിയുവാൻ തക്കവണ്ണം കർത്താവേ നിന്റെ മക്കൾ ഒന്നിച്ച് അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസന്മാർ ഒന്നിച്ച് ഹൃദയത്തിൽ കർത്താവേ ഭാരം കൊടുത്ത ദൈവ മക്കൾ ഒന്നിച്ച് ഇന്ന് മിഡിൽ ഈസ്റ്റിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ഭൂമിയിൽ രണ്ടുപേരെ ഐക്യമത്യപ്പെട്ടുകൊണ്ട് എന്ത് ചോദിച്ചാലും അത് നൽകി തരാമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ ഈ ഒരു വിഷയത്തിന്റെ മേലെ കർത്താവേ മിഡിൽ ഈസ്റ്റിന്റെ വിഷയത്തിന്റെ മേലെ ദൈവപ്രവൃത്തിയുടെ വെളിപ്പെടുവാൻ കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് ഏകമനസ്സോടുകൂടി ഐക്യതയോടുകൂടി ആത്മാവിനോട് ഞങ്ങൾ ഇന്ന് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം ഈ അങ്ങയുടെ ആത്മാവിനെ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ച് കർത്താവേ വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ച ആ പരിശുദ്ധാത്മാവ് ഈ മിഡിൽ ഈസ്റ്റിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഒന്ന് പരിവർത്തിച്ചുകൊണ്ട് ദൈവജനത്തിന്റെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പിശാച് കുരുടാക്കി വെച്ചിരിക്കുന്ന അവന്റെ മനസ്സിനെ ഒന്ന് വെളിച്ചം പകരുവാൻ തക്കവണ്ണം എന്റെ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കൃപ അവരുടെ മേൽ ധാരാളമായി പകരണം. ആത്മാവിനാൽ അവരെ ശക്തീകരിച്ച് ദീർഘായുസ് കൊടുത്തു കർത്താവേ. ഇത് മിഡിൽ ഈസ്റ്റ് കൊണ്ട് ഒതുങ്ങുവാനല്ലപ്പാ, ഇത് ലോകം മുഴുവൻ വ്യാപരിക്കുവാൻ, ലോകത്തിന്റെ വിടുതലായി മാറുവാൻ തവയെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പാ. വിശേഷ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങ് തന്നെ ഇതിനെ നിയന്ത്രിച്ചു കൊള്ളണമേ. ഇതവേ എല്ലാവർക്കും അനുഗ്രഹമായി മാറുവാൻ അങ്ങ് അത്ഭുത മന്ത്രിയാണപ്പാ, അങ്ങ് വീരനാം ദൈവമാണപ്പാ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഇത് മിഡിൽ ഈസ്റ്റിൽ വ്യാപരിക്കുവാൻ ആ തേജസ്സേറിയ സുവിശേഷത്തിന്റെ പ്രകാശനം ഈ മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഒന്ന് ശോഭിക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആത്മാവിനാൽ എല്ലാവരും നിറയ്ക്കണം. നമ്മയെല്ലാം പരിശുദ്ധാത്മാവിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണം പിതാവേ. കർത്താവിന് മഹത്വം. ഇന്ന് രാത്രി കൂടി വന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുബായ് അപ്പസ്തോലിക് മലയാളം ചർച്ചിൻ്റെ
പ്രതിനിധീകരിച്ചുകൊണ്ടും UAE പ്രതിനിധീകരിച്ചുകൊണ്ടുമാണ് ഇന്ന് രാത്രി ഞങ്ങളായിരിക്കുന്നത്. UAEയിൽ നിന്ന് മറ്റു പല ദേവദാസന്മാരും ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലുള്ള നമ്മുടെ ലിമിറ്റേഷൻസിലുള്ള വിശേഷിച്ച് പാസ്റ്റർ ജിബു ഞാനും കൂടെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ ദൈവം കൃപ ചെയ്തത്. ഞങ്ങളുടെ പരിചയത്തിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന ദർശനമുള്ള ദൈവദാസന്മാരും ദൈവജനം ഒരുമിച്ചാണല്ലോ ഇന്ന് രാത്രി കൂടിയിരിക്കുന്നത്. സ്തോത്രം. തുടർന്നുള്ള 1 മണിക്കൂർ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ഇടിവ് നിൽക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സ്തോത്രം. സന്ദേശത്തിന് കടന്നു വന്ന ദൈവദാസൻ, മറ്റെല്ലാ ദൈവദാസന്മാർ, പാസ്റ്റേഴ്സായി സഭാ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാരെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. സകല മഹത്വം പുകഴ്ചയും ആരാധനയും നാം ദൈവത്തിന് അർപ്പിക്കുന്നു. Seek ye first the kingdom of God and his righteousness. മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ ഫോക്കസ് മുഴുവനും കിങ്ഡം ആകയാൽ, കിങ്ഡം ഓഫ് ഗോഡ് ആകയാൽ. സ്തോത്രം. അതിൻ്റെ ഉടമസ്ഥനും പരമാധികാരിയും നമ്മുടെ സർവശക്തനായ ദൈവമാകയാൽ ആ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്തോത്രഗാനങ്ങൾ പാടുകയും പ്രാർത്ഥനയ്ക്ക് നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ചില പാട്ടുകൾ കൂടെ പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും പരനെ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും പരനെ നന്ദിയാ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, ഊരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. നാഥൻ തിരുക്കരം തേടിയെത്തി, എന്നെ മാറോടു ചേർത്തണച്ചു. നാഥൻ തിരുക്കരം തേടിയെത്തി, എന്നെ മാറോടു ചേർത്തണച്ചു. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമായെന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും പരനെ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും പരനെ നന്ദിയാ. പരിശുദ്ധാത്മാവാ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനെ, പരിശുദ്ധാത്മാവാ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനെ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമായെന്നേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമായെന്നേശുവേ, അങ്ങേ ഞാൻ
നന്ദിയാ എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിനാനന്ദമേ, എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിനാനന്ദമേ, എന്നെ നിന്മാർവിങ്കൽ ചേർപ്പാനാ വന്നിതാ ഇപ്പോൾ പാദത്തിൽ, എന്നെ നിന്മാർവിങ്കൽ ചേർപ്പാനാ വന്നിതാ ഇപ്പോൾ പാദത്തിൽ. അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാം എല്ലാ പദവികളും, നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാം എല്ലാ പദവികളും, അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിയിക്കാൻ, അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തരിക. ഒരുമിച്ച് പാടാമോ? അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. എലിയ എലിശ പ്രവര് ബലമായി ചെയ്ത ക്രിയകൾ കാണാൻ, എലിയ എലിശ പ്രവര് ബലമായി ചെയ്ത ക്രിയകൾ കാണാൻ, എലോഹീം എന്നെയും ഓർക്കുക. വേല നിന്നുടെ എന്നോർക്കുക. എലോഹീം എന്നെയും ഓർക്കുക. വേല നിന്നുടെ എന്നോർക്കുക. ഓ അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. പാപികൾക്കു നിന്റെ സ്നേഹത്തെ എന്റെ ശീലത്താൽ ഞാൻ കാട്ടുവാൻ, പാപികൾക്കു നിന്റെ സ്നേഹത്തെ എന്റെ ശീലത്താൽ ഞാൻ കാട്ടുവാൻ, കാൽവരി മലമേൽ കാണിച്ച അൻപിൻ ശീലം പകർന്നിടുക. കാൽവരി മലമേൽ കാണിച്ച
അൻപിൻ ശീലം പകർന്നിടുക. ഒരു സമർപ്പണത്തോടെ എൻ്റെ ആയുസിൻ്റെ നാളല്ല നീ പോയ വഴിയേ പോകുവാൻ, എൻ്റെ ആയുസിൻ്റെ നാളല്ല നീ പോയ വഴിയേ പോകുവാൻ, ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. എൻ്റെ പ്രാണസഖി യേശുവേ, എൻ്റെ ഉള്ളത്തിനാനന്ദമേ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനാ വന്നിതാ ഇപ്പോൾ നിൻ പാദത്തിൽ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനാ വന്നിതാ ഇപ്പോൾ നിൻ പാദത്തിൽ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. ഓ ആരാധന 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 യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. Over to Pastor Jibu. Please roll. പ്രൈസ് ലോർഡ്. എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കടന്നു വരുവാൻ ദൈവം സഹായിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളില് കർത്താവിന്റെ ദാസൻ ജി പാസ്റ്റർ ഞങ്ങൾക്ക് ഒരുമിച്ച് കുവൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളൊരു പ്രേ ഫോർ കുവൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനാ കൂട്ടായ്മ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, കുവൈറ്റിലുള്ള മുഴുവൻ സഭകളെയും കൂട്ടി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കി. ആ സമയത്ത് ഇങ്ങനെ ഒരു മിഡിൽ ഈസ്റ്റ് പ്രയറും കൂടെ നടത്തണം എന്നുള്ളൊരു പ്രേരണ പരിശുദ്ധാത്മാവ് ഉള്ളിൽ തന്നു. അപ്രകാരം നമുക്ക് അറിയാം, ഈ പ്രത്യേക സാഹചര്യത്തില് കർത്താവിന്റെ ദാസന്മാരായിരിക്കുന്ന നമ്മളെല്ലാവരും കൂടെ ചേർന്ന് മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. കർത്താവിനുള്ളിൽ ഒരു പ്രേരണ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വേഗത്തിൽ ക്രമീകരിച്ചത്. ഇതൊരു ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. എങ്കിലും മസ്കറ്റിൽ നിന്നും ഖത്തറിൽ നിന്നും ബഹ്റിൽ നിന്നും ദുബായിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ദേവദാസന്മാര് ഈ പ്രത്യേക മീറ്റിംഗിൽ കടന്നു വരുവാൻ ഇടയായി. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാനും കർത്താവിന്റെ ദാസൻ റോണി പാസ്റ്ററും കൂടെ ചേർന്ന് ഞങ്ങൾ UAE
എല്ലാ എമിറേറ്റ്സിലും പോയി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇടയാക്കി. അപ്പൊ അങ്ങനെ മിഡിൽ ഈസ്റ്റ് പ്രയർ എന്ന് പറഞ്ഞ ഒരു ദർശനം കർത്താവ് കഴിഞ്ഞ നാളുകളിൽ തരുവാനിടയായി. സ്തോത്രം. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും ദേവദാസന്മാരെല്ലാം ഒരുമിച്ച് ഒന്ന് സ്തോത്രം പറയുന്നത്, പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലായിടത്തും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ വിചാരങ്ങളെല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവസന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം എല്ലാ മേഖലകളിലും വ്യാപരിക്കും. സ്തോത്രം. അങ്ങനെയുള്ള ഒരു വലിയ അനുഭവങ്ങൾ ദേശങ്ങളുടെ മേൽ രാജ്യങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഈ കൊറോണയുടെ പാൻഡമിക് പീരീഡിൽ ഒത്തിരി പേര് അത് ഭാരപ്പെടുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കണം. അപ്പോൾ തന്നെ ഇതിനകത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി ദൈവസഭകളുടെ മേളിൽ നടക്കണം. ദൈവത്തിന്റെ നിറവ് ഇരിക്കുന്നത് ദൈവത്തിന്റെ സഭകളുടെ മേളിലാണ്. ആ നിറവ് ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ദേശങ്ങളിൽ രാജ്യങ്ങളിൽ വെളിപ്പെടണം. കർത്താവ് ദൈവസഭയെ ആക്കി വെച്ചിരിക്കുന്നതിനുള്ള പിന്നിലുള്ള മുഴുവൻ ഉദ്ദേശത്തെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം. ഞാൻ ഈ മിഡിൽ ഈസ്റ്റിലെ പ്രയറിന് വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ മറ്റു പല രാജ്യങ്ങളും ഇറാന്, ഇറാഖ്, ഇസ്രായേല്, ഒത്തിരി രാജ്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഒത്തിരി നമുക്ക് പാസ്റ്റേഴ്സിനൊക്കെ കണ്ടെത്താനായിട്ട് ഒത്തിരി സ്ട്രഗിൾസ് ആണ്, ബുദ്ധിമുട്ടാണ്. അവിടെ ഇവിടെയൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ട് എങ്കിലും ഈ ഖത്തർ പോലോ ദുബായ് പോലോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ഈ രാജ്യങ്ങളിൽ നിന്ന് മറ്റു പല രാജ്യങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റ് പ്രധാനമായിട്ട് 16 രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷ, നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ചാണ് എല്ലാവരും ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയുടെ സാധാരണ ഒരു മീറ്റിങ്ങിന് ഇരിക്കുന്നത് പോലെ ഇരിക്കാതെ എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളില് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുക. സ്തോത്രം. നമ്മൾ ഈ മീറ്റിങ്ങിനകത്ത് എനിക്കറിയാം പ്രാർത്ഥനയോട് താല്പര്യമുള്ളവരാണ് കൂടുതൽ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ദേശത്തിന്റെ മേൽ അനുഗ്രഹമായിരിക്കും. 8-ാം നൂറ്റാണ്ട് വരെ കർത്താവിന്റെ രാജ്യത്തിന്റെ ഒത്തിരി ശക്തി നിറഞ്ഞ പ്രദേശമായിരുന്നു ഇത്. എന്നാൽ അതിനുശേഷം അത് മറ്റുള്ള രീതിയിലേക്ക് മാറിയല്ലോ. എന്നാൽ ഈ ദിവസങ്ങളില് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ സെക്കരിയ പ്രവചനത്തിൽ പറയുന്നത് പോലെ അവരെ കൊള്ളയടിക്കത്തക്ക നിലവാരത്തിൽ, നിങ്ങളിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടതിനെ എടുക്കത്തക്ക നിലവാരത്തിൽ അവരെ ആക്കി തീർക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഒന്നും കാണുന്നില്ലെങ്കിലും പലരോട് ചോദിക്കുമ്പോഴും ഒന്നും പറയാൻ പറ്റാത്ത, നാളുകളിൽ എന്താണ് തീരുമാനമെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പലരും ആയിരിക്കും. എന്നാൽ അസ്ഥിത്താടുകളെ നോക്കി പ്രവാചകൻ പ്രവചിച്ചതുപോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പൂർണ്ണ ഹൃദയം ഇതിനകത്ത് വെളിപ്പെടും. കർത്താവ് ഈ പ്രാർത്ഥന കൊണ്ട് അങ്ങനെ ഇടയാക്കട്ടെ. സ്തോത്രം. ഉദ്ദേശിക്കുന്നത് നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തവരുണ്ട്. അവിടുത്തെ വിവരങ്ങള് ഒന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ആമേൻ. അത് നമുക്ക് അവിടെ നിന്ന് ഇന്നലെ ഞാൻ മസ്കലിലെ സജി പാസ്റ്ററോട് പറഞ്ഞപ്പോൾ മിക്കവാറും എല്ലായിടത്തും ഒരുപോലെ സാഹചര്യങ്ങൾ ഒരുപോലാണെന്ന് അറിയാമെങ്കിലും നമ്മൾ ഒന്ന് ദുബൈയിലെ കാര്യങ്ങള് നമ്മളൊന്ന് അറിയുമ്പോൾ നമുക്ക് ആ ദുബൈക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. മസ്കറ്റിലുള്ളവർക്ക് അല്ലെങ്കിൽ കുവൈറ്റിലുള്ളവർക്ക് ദുബൈക്ക് വേണ്ടി ഒന്ന് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗത്തോടു കൂടി മുകളിലോട്ട് കയറിയപ്പോൾ ആമേൻ യാഗപീഠത്തിന്റെ കനലുകൾ എടുത്ത് ദൂതൻ എറിഞ്ഞതുപോലെ നിശബ്ദതകളെ ഭേദിക്കുന്ന ദൈവശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ടതുപോലെ ഒരുപാട് സമയത്ത് നിശബ്ദത പല കാര്യങ്ങൾക്കും മറുപടികൾ കിട്ടാതെ ഇരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് ഒരു വലിയ മാറ്റങ്ങൾ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് ഉണ്ടാകും. അതുകൊണ്ട് ഈ കാര്യങ്ങളുടെ നടുവിൽ നമ്മള് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാതെ ദൈവത്തിലുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ പരിശുദ്ധാത്മാവിൽ നമ്മളെ സഹായിക്കട്ടെ. നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന ആ അവകാശത്തിന്റെ മഹിമാധനത്തിനൊത്തവണ്ണം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആ പൊസിഷൻ ഒത്തവണ്ണം ഇന്ന് രാത്രി അല്പസമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളില് 63-ാം സങ്കീർത്തനത്തിൽ ദാവീദ് മരുഭൂമിയിൽ ഒന്നുമില്ലായിരുന്ന സ്ഥലത്ത് ഒരു സാങ്ച്വറി ഉണ്ടാക്കി
ഒരു വിശുദ്ധ സ്ഥലം ഉണ്ടാക്കി ദൈവത്തെ ആരാധിക്കുവാൻ ഇരുന്നതുപോലെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം നമ്മൾ തന്നെ പരിശുദ്ധാത്മാവിൽ കർത്താവിനോടൊന്ന് അടുത്തു വന്ന ഒരു പ്രോഗ്രാമായിട്ട് നടത്തുവല്ല. ഇത് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ഹൃദയം ഒന്ന് അനുഭവിക്കുവാൻ, മിഡിൽ ഈസ്റ്റ് മുഴുവൻ ദൈവത്തിന്റെ ഹൃദയം ഈ ഒരു പാൻഡമിക് പീരീഡ് ദൈവം അനുവദിച്ചതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതിയെ ഒന്ന് ദൈവസഭ ഗ്രഹിക്കാനും മാത്രമല്ല അനേകർക്ക് സൗഖ്യമാകുന്ന ഒരു ദൈവിക വിടുതൽ ഈ ദേശത്തിന് മേൽ നടക്കുവാൻ, ദേശത്തിന്റെ സൗഖ്യം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുവാൻ. നമുക്കറിയാം പല ആളുകളും പല ദേവദാസന്മാർക്കും അനുഭവങ്ങളും ഒരുപാട് സൗഖ്യങ്ങൾ വിടുതലുകൾ ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ആമേൻ. ഇനിയും പരിശുദ്ധാത്മാവ് അത് നൽകുവാൻ വേണ്ടി നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ. നമ്മുടെ വിചാരങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ചെയ്യും. കർത്താവ് ഏറ്റെടുക്കും. കർത്താവ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ മനുഷ്യന്റെ ചിന്തകൾക്ക് അപ്പുറത്തെ ദൈവപ്രവൃത്തികൾ കർത്താവ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് അടുത്ത് വരാം. ഒരു സാധാരണ മീറ്റിംഗിൽ ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെ നമ്മൾ ഇരിക്കാതെ എല്ലാവരും ആ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റിലുള്ള ദേവദാസന്മാരിൽ എനിക്കറിയാം ഒത്തിരി ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ദേവദാസന്മാർ പല മീറ്റിങ്ങുകളും മാറ്റിവെച്ചിട്ട് വന്നവരാണ്. പല ദേവദാസന്മാർക്കും പല പ്രോഗ്രാമുകൾ ഉള്ളതാണ്. എന്നാൽ എല്ലാവരെയും കൂടെ ഒന്നിച്ചാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും ദേവദാസന്മാരെല്ലാം ഇത്രയും പേർക്കാണെങ്കിലും നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ അനുഗ്രഹമാകും. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു ഉണർവ് മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കും. കർത്താവ് അത് നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വലിയ കൊയ്ത്തിന് വേണ്ടി കർത്താവ് ചെയ്തു വെച്ചിരിക്കുന്ന ആ വലിയ പദ്ധതികളെ കൊയ്തെടുക്കുവാൻ നമുക്ക് കർത്താവ് പറഞ്ഞതുപോലെ തല ഉയർത്തി നോക്കുവിൻ എന്ന് പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഈ ദിവസങ്ങൾ നോക്കി കണ്ടുകൊണ്ട് ചിലത് കൊയ്തെടുപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആദ്യമായി കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനാ സംഗമം ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പിലെ പാസ്റ്റർ ആയിട്ടിരിക്കുന്ന ആ ദേശത്ത് പ്രാർത്ഥനാ സംഗമം അല്ലെങ്കിൽ എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും UAEക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ഉണ്ട്. കർത്താവിന്റെ ദാസൻ KP ജോസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദേവദാസൻ ദുബായ് UAEയിലുള്ള പല ദേവദാസന്മാരും നമ്മുടെ കൂടെ ഉണ്ട്. ഏകദേശം 5 ദേവദാസന്മാരോളം UAEയിൽ നിന്ന് നമ്മളോട് കൂടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനിയും പല ദേവദാസന്മാരും ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ UAEയിൽ നിന്നുള്ള എല്ലാ ദേവദാസന്മാരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ജിംസം ഭാഷ നമ്മളോട് ഉണ്ട്, ജയലാൽ ഭാഷ ഉണ്ട്, മറ്റു പല ദേവദാസന്മാരും ഉണ്ട്. ജിംസം ഭാഷയെ ചർച്ചിലേക്ക് 24 hours പ്രയർ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന സഭയാണ്. അവിടെയുള്ള സഭകളെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരുപാട് സഭകളുണ്ട്. എല്ലാ ദേവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും പ്രതിനിധീകരിച്ച ഇപ്പോൾ ജോസ് പാസ്റ്റർ ഞങ്ങളുടെ സ്നേഹിതനാണ്. ദേവദാസൻ അല്പസമയം UAE കുറിച്ചുള്ള ഒരു വിവരണം പറയും. ആ സമയത്ത് മസ്കറ്റിൽ നിന്ന് അലയിൽ നിന്ന് സോണി സെബാസ്റ്റ്യൻ ഞാൻ കാണുന്നുണ്ട്. പാസ്റ്റർ കൈ സ്തോത്രം. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ സമയത്ത് ദുബൈക്ക് വേണ്ടി മസ്കറ്റിൽ നിന്ന് സജി മത്തായി ദേവദാസൻ പാസ്റ്റർ സജി മത്തായി ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദേവദാസൻ ഈ UAEക്ക് വേണ്ടി UAEയുടെ കാര്യങ്ങൾ ജോസ് പാസ്റ്റർ പറയുമ്പോൾ ദേവദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. ഈ സമയം നമുക്ക് എല്ലാവരും അത് കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ബേർഡൻ ഉണ്ടാകുകയും അത് പ്രാർത്ഥനയിലേക്ക് ആ ബേർഡൻ തിരിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദേവദാസൻ ഇപ്പോൾ ജോസ് പാസ്റ്റർ ഇപ്പോൾ ദുബൈയിലെ കാര്യം ഒന്ന് ഷെയർ ചെയ്യും. നമുക്ക് ഒരുമിച്ച് അത് കേട്ടിട്ട് പ്രാർത്ഥനയിൽ നിൽക്കാം, ഒരുമിച്ച് നിൽക്കാം. ആ സമയത്ത് സജി മത്തായി പാസ്റ്റർ മസ്കറ്റിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ദേവദാസൻ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവ മക്കളെയും ഈ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ജിബു പാസ്റ്റർ പറഞ്ഞതുപോലെ UAE പ്രതിനിധീകരിച്ചാണ് ഞാൻ ചില വാക്കുകളെ പറയുന്നത്. അപ്പോൾ തന്നെ UAEയിലുള്ള ദേവദാസന്മാർ മാത്രമല്ല, ഞങ്ങൾക്കൊരു മോർണിംഗ് പ്രെയർ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ 6 വരെ, ഇന്ത്യൻ ടൈം 6 to 7:30. അതിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ പല ദൈവദാസന്മാരും പല ദൈവമക്കളും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന സന്തോഷം കൂടി അറിയിക്കുന്നു. മോർണിംഗില് ഈ മിഡിൽ ഈസ്റ്റ് പ്രയറിനെ കുറിച്ച് പറയുകയും
അവർ വളരെ സന്തോഷത്തോടെ ആന്ധ്രയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ദൈവദാസന്മാരും പ്രാർത്ഥിക്കുവാൻ ചില ദൈവമക്കളും യുഎഇയിൽ നിന്നും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയും ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഈ പ്രതിസന്ധിയുടെ സമയത്ത് ദൈവദാസന്മാരെയൊക്കെ ഒരുമിച്ചൊന്ന് ഒരേ പ്ലാറ്റ്ഫോമിൽ കാണുവാൻ കഴിഞ്ഞ ഈ നല്ല അവസരങ്ങളെ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. യുഎഇയിൽ മാർച്ച് മാസം 13-ാം തീയതി ചർച്ചുകളെല്ലാം എല്ലാ എമിറേറ്റ്സുകളിലും ക്ലോസ് ആയി. എന്നാല് ദൈവത്തിന്റെ കൃപയാല് കഴിഞ്ഞ ദിവസം ദുബൈ എമിറേറ്റ്സില് ട്രിനിറ്റി ചർച്ച് ഓപ്പൺ ആയി. അവിടെ എല്ലാ ചർച്ചുകളും മീറ്റിംഗ് ആരംഭിച്ചില്ല. എന്നാൽ ദി പെന്തക്കോസ്ത് മിഷൻ അവർ അരമണിക്കൂറാണ് സമയം ലഭിച്ചിരിക്കുന്നത്. അരമണിക്കൂർ മാത്രം ഏകദേശം 750,000 പേരിൽ ഇരിക്കാവുന്ന ഹാളിൽ 50 പേർക്ക് പെർമിഷൻ കൊടുത്തു. ഇന്നലെ മീറ്റിംഗ് ദുബൈ എമിറേറ്റ്സിൽ മാത്രം ആരംഭിച്ചു. അതൊരു പോസിറ്റീവായി കാണുന്നു. പ്രാരംഭത്തിലൊക്കെ കേസുകളൊക്കെ വർദ്ധിച്ചു. ഇടയ്ക്ക് അല്പമായ ആശ്വാസമുണ്ടെങ്കിലും ഇന്നലെയൊക്കെ വീണ്ടും 800ഓളം പേര് പോസിറ്റീവ് ആവുന്ന 2 മരണങ്ങളൊക്കെ നടന്നു. ഒത്തിരി പ്രിയപ്പെട്ടവർ പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും, ജോലി നഷ്ടപ്പെട്ടവരും അങ്ങനെ വ്യത്യസ്ത നിലയിലൊക്കെ പ്രതിസന്ധികളാണ്. എന്നാൽ സഭകളൊക്കെ ഉണരുവാനും വളരെ ശക്തമായി പ്രാർത്ഥനകൾ ആരംഭിക്കുവാനും ഇടയായി. വ്യക്തിപരമായും യുഎഇയിലും തന്നെ എല്ലാ സഭകളും ഐക്യമത്യത്തോടെ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനാ ദിവസങ്ങളുണ്ടായി. ഇപ്പോഴും ഇവിടുത്തെ UPFന്റെ സ്പെഷ്യൽ മീറ്റിംഗ് ഇന്ന് രാത്രിയിലും നാളെയും നടക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ദേശത്തിന്റെ ഒരു പ്രതിസന്ധികൾ മാറുവാനും ഒരു ഉണർവിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥനയിൽ ഈ പ്രതിസന്ധികളൊക്കെ വന്നു എങ്കിലും വ്യക്തിപരമായി സഭയായിട്ടൊക്കെയുള്ള പ്രാർത്ഥനകൾ, ദൈവമുഖം അന്വേഷിക്കുന്ന പ്രാർത്ഥനകൾ പലയിടങ്ങളിലും വർദ്ധിക്കുന്നത് കാണുവാനിടയായി. പ്രതിസന്ധികൾക്കൊന്നും ശുശ്രൂഷകളെയോ വാക്തത്വങ്ങളെയോ സഭയുടെ പ്രവർത്തനങ്ങളെയോ ഒന്നും തടസ്സപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന അനുഭവങ്ങളോടെ പറയുകയാണ്. സഭകളൊക്കെ വളരെ ഉണർന്നു. യുഎഇയിലെ UPFും ഷാർജ വർഷിപ്പ് സെന്ററും കൂടെ ചേർന്ന് 2 ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്ത് പ്രിയപ്പെട്ട നമ്മുടെ ദൈവമക്കൾക്കൊക്കെ നാട്ടിലേക്ക് പോകുവാനിടയായി. അതുപോലെ വിസിറ്റിൽ വന്ന് ഈ രാജ്യത്ത് പോകുവാൻ കഴിയാത്തവരെ സൗജന്യമായി നാട്ടിലെത്തിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ ക്യാമ്പുകളിലും ഭവനങ്ങളിലും ഒക്കെ ഫുഡിന്റെ കിറ്റൊക്കെ കൊടുത്തു. എല്ലാ നിലകളിലും ഈ പ്രതിസന്ധിയിൽ സഭകൾ വളരെ ഉണർന്ന് പ്രവർത്തിപ്പാനിടയായി. തുടർന്നും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. പല ചർച്ചുകളിലും തുടർമാനമായ പ്രാർത്ഥനകൾ നടക്കുന്നു. ഞങ്ങളും ഒരു മോർണിംഗ് പ്രയർ ആരംഭിച്ചു. വളരെ അനുഗ്രഹമായി പോകുന്നു. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അറിയാം, ദുബൈ ലോകരാജ്യങ്ങളിൽ 2020 വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് UAE. അത് ഒരു വർഷത്തേക്ക് മാറ്റിവെച്ചു. ഇപ്പോൾ വീണ്ടും ബിസിനസ് മേഖലകൾ എല്ലാം ഓപ്പണായി, മാളുകളെല്ലാം ഓപ്പണായി. ചർച്ചും ഇന്നലെ ദുബൈയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തനങ്ങളെല്ലാം ഓപ്പൺ ആയെങ്കിൽ കേസുകൾ വർദ്ധിക്കുന്നു. വീണ്ടും ലോക്ക്ഡൌൺ ഒന്നും വരാതെ, അബുദാബി ഇടയ്ക്ക് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ലോക്ക്ഡൌൺ വീണ്ടും അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഈ കേസുകളെല്ലാം കുറഞ്ഞ് സഭകളെല്ലാം തുറന്ന് പ്രവർത്തിക്കേണ്ടതിന് എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. UAE കുറിച്ചുള്ള വിവരങ്ങൾ ഇതാണ്.
ഓക്കെ, നമ്മള് ഈ സമയത്ത് നമുക്ക് യു എക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കൊറോണയെ സംബന്ധിച്ചിടത്തോളം അത്രയും വിവരങ്ങളാണ് ഇപ്പൊ നമുക്കുള്ളത്, ഒഫീഷ്യൽ ആയിട്ടുള്ളത്. നമുക്ക് ആ വിഷയങ്ങളെ ഓർത്ത്, ദേവദാസൻ പറഞ്ഞ വിഷയങ്ങളെയൊക്കെ ഓർത്ത് യു എക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ യു എയിൽ 7 എമിറേറ്റ്സ് ഉണ്ട്. അവിടെയുള്ള ഭരണാധികാരികൾ, സ്തോത്രം, അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ കൃപ പകരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ മെഡിക്കൽ സ്റ്റാഫായി പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, പല രാജ്യങ്ങളിലുള്ളവരുണ്ട്. അവർക്കെല്ലാം ദൈവത്തിന്റെ കൃപ ധാരാളമായി പകരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ അവിടെയുള്ള ദൈവസഭകളെല്ലാം ഉണർത്തപ്പെടുവാൻ, ദേവദാസൻ പറഞ്ഞതുപോലെ സഭകളെല്ലാം ഐക്യപ്പെടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഇടയായി ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി വീണ്ടും നമുക്ക് ദേശങ്ങളിൽ കാണുവാൻ വേണ്ടി നമുക്ക് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇതൊരു ഉണർവിന് കാരണമായി. പ്രാർത്ഥനകൾ ഒത്തിരി ആരംഭിച്ചു, അങ്ങനെയുള്ള നല്ല വാർത്തകൾ കേൾപ്പാൻ ഇടയായല്ലോ. സ്തോത്രം, ആമേൻ. അതുപോലെ അതൊരു വലിയൊരു ഉണർവിന് കാരണമായി തീരുവാൻ, ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവസഭകൾ ഇറങ്ങുവാൻ വേണ്ടി നമുക്ക്, സ്തോത്രം, ദുബൈക്ക് വേണ്ടി, യു എയിലുള്ള 7 എമിറേറ്റ്സിന് വേണ്ടി നമുക്ക് ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, പ്രിയ ബൈജൂസ ദോഹയിൽ നിന്ന് കർത്താവിന്റെ ബൈജൂസ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. എബനേസർ പെന്റക്കോസ്റ്റൽ ഫെലോഷിപ്പിലെ പാസ്റ്ററായിട്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ട് യു എക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. ഈ സമയത്ത് നമുക്ക് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു, തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധ രാജ്യങ്ങളുള്ള പ്രിയപ്പെട്ടവരായ അവിടുത്തെ ദാസന്മാർക്കും ദൈവമക്കൾക്കും ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ ദൈവം നൽകിയ ഈ നല്ല നിമിഷങ്ങൾക്കായി വളരെ നന്ദിയോടെ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അവിടുത്തെ ദാസൻ ഇവിടെ മുമ്പാകെ ഓർപ്പിച്ച വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അവിടുത്തെയോടെ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവമായിരിക്കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ യു എക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവിന്റെ ദിവ്യമായ കരത്തിന്റെ വല്ലഭത്വം ആ ദേശം അനുഭവിപ്പാൻ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. 7 എമിറേറ്റ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സകലവിധമായ പ്രതിസന്ധികളും എല്ലാ ഭാരങ്ങളെയും തമ്പുരാൻ പരിപൂർണമായി അവിടുന്ന് അകറ്റേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിരവധി ആളുകൾ കോവിഡ് എന്ന രോഗത്താൽ കർത്താവെ ബാധിതരായി ദുഃഖവും വേദനയും പേറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള എല്ലാ ജീവിതങ്ങളെയും കർത്താവ് സൗഖ്യമാക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിവിധ ക്ലേശങ്ങളാൽ ഞെരുങ്ങുന്നവരുണ്ട്. പ്രതിസന്ധികൾ നിമിത്തം ജോലിയൊന്നുമില്ലാതെ വളരെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന നിരവധി ജനസമൂഹം അവിടെ ഉണ്ടല്ലോ കർത്താവെ. അവരെല്ലാം അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവിക സമാധാനം, വലിയ ദൈവികമായ ശാന്ത ദൈവം കൽപ്പിക്കേണ്ടതിന് ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെയുള്ള എല്ലാ സഭകളും ഉണർത്തപ്പെടുവാൻ, എല്ലാ വിശ്വാസികളും ഉണർത്തപ്പെടുവാൻ, എല്ലാവരും പൂർവാധിക ശക്തിയോടെ ആത്മാവിന്റെ ബലത്തോടെ പുതിയ പുത്തൻ കൃപകളോടുകൂടെ ദൈവത്തോട് വളരെ അടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ബാധ എത്രയും വേഗം ഒഴിഞ്ഞു മാറി, ഈ ബാധ എത്രയും വേഗം ഇല്ലാതെയായി ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ ശാന്തത, ദൈവിക സ്വസ്ഥത രാജ്യത്തിന്മേൽ തമ്പുരാൻ അവിടുന്ന് വെളിപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർക്കായി സ്തോത്രം. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. അവർക്ക് ആവശ്യമായ ഈ അടിയന്തര ഘട്ടത്തിൽ കർത്താവ് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഉയരത്തിലെ ജ്ഞാനവും വിവേകവും ദൈവം പകർന്നു കൊടുക്കേണ്ടതിനായി ഞങ്ങൾ അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാ വിശ്വാസ സമൂഹങ്ങൾക്കായി സ്തോത്ര, ദൈവദാസന്മാർക്കായി സ്തോത്ര, എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദേശം മുഴുവൻ ദൈവത്തെ അറിയുവാൻ, കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി തിരുനാമത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ബൈബിൾ ഭാഷയുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് മണക്കാല സെമിനാറിൽ പഠിക്കാൻ കർത്താവ് കൃപ തന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസനെ എന്നോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. തുടർന്ന് നമ്മള് ഖത്തറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏകദേശം 26 ലക്ഷം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് ഖത്തർ. ഖത്തറിനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ദാസൻ ബിനു വർഗീസ്
ദോഹ ചർച്ചക്കോടിലെ സീനിയർ പാസ്റ്റർ ആയിട്ടിരിക്കുന്ന പാസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. ദേവദാസൻ തുടർന്നുള്ള സമയങ്ങളിൽ ഖത്തറിനെ കുറിച്ച് അല്പസമയം നമ്മളോട് ഷെയർ ചെയ്യുകയും അവിടെയുള്ള ദൈവസഭകൾക്ക് വേണ്ടി ദൈവജനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ 26 ലക്ഷം അധികം ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളായിരിക്കുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് ഖത്തറിന് വേണ്ടി നമ്മൾ കൈയുയർത്തി പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ അനുഗ്രഹത്തിന് അത് കാരണമായി തീരുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ആ സമയത്ത് കർത്താവിന്റെ ദാസൻ ഖത്തറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളോടൊന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. ദൈവത്തിന്റെ ദാസനെ ഞാൻ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസൻ ബിനു വർഗീസ്. കർത്താവിന്റെ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ സൂമിലൂടെ മിഡിൽ ഈസ്റ്റിലായിരിക്കുന്ന ദൈവഭൃത്യന്മാർ ദൈവമക്കൾ ഒരുമിച്ച് കടന്നു വന്ന് പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്ന എൻ്റെ സഹപാഠി എൻ്റെ സഹശുശ്രൂഷകന്മാർ പലരും ഇതിനകത്തുണ്ട്. അവരൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ സൂമിലൂടെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടിയും ദൈവ മക്കൾ, സഭാ ശുശ്രൂഷകന്മാർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഖത്തറിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. ഈ COVID-19 എന്ന ഈ മഹാമാരി ഖത്തറിൽ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഏകദേശം 99,799 വ്യക്തികൾ ഈ രോഗത്താൽ പീഡിതരായി തീർന്നു. എന്നാൽ റിക്കവർ ആയിട്ടുള്ളത് 92,284. ഇത്രയും വ്യക്തികൾ റിക്കവർ ആകുവാൻ ദൈവം കൃപ കാണിച്ചു. ഇപ്പോഴും 7,387 റിക്കവർ ആകാണ്ടതായിട്ടുണ്ട്. 128 വ്യക്തികൾ മരണം വഴി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. ഇതാണ് കോവിഡ് ബാധിതരായിട്ടുള്ള വ്യക്തികളുടെ ഒരു ചെറിയ വിവരണം ഞാൻ നിങ്ങൾക്കായി പറയാനിടയായത്. ഇനിയും ഖത്തറിലുള്ള ദൈവസഭകൾ സംഘടനാ വ്യത്യാസം കൂടാതെ അവരുടെ ആത്മീയ കൂടിവരവുകൾ സൂമിലൂടെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഓൺലൈൻ മുഖാന്തരങ്ങളിലൂടെ ഒക്കെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ അനുഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്ക്, യൂട്യൂബ്, മറ്റുതര ഓൺലൈൻ പ്ലാറ്റ്ഫോം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സൂമിലൂടെയാണ് ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഫാസ്റ്റിംഗ് പ്രയർ ഇത്യാദി കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഖത്തറിൽ വലിയൊരു ആത്മീയ ഉണർവ്, ഒരു ബ്രേക്ക് ത്രൂ നടക്കേണ്ടതിനായി ദൈവമക്കൾ, ദൈവഭൃത്യന്മാർ പ്രാർത്ഥിച്ചാലും വിശിഷ്യ അനേക ദൈവമക്കളുടെ ജോലികൾ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തോന്നുന്നു. പല ദൈവമക്കൾ ജോലി നഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ അവര് പോയിക്കൊണ്ടിരിക്കുന്നു നാട്ടിലേക്ക്. പലർക്കും ടെർമിനേഷൻ ലെറ്റർ കയ്യിൽ എത്തിയിരിക്കുന്നു. ഇവരെയൊക്കെ ഓർത്ത് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാലും പ്രത്യേകിച്ച് അനേകർ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നതായ ശമ്പള സ്കെയില് 15, 30, 50%, ഈവൻ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ശമ്പളം ലഭിക്കുകയില്ല എന്നുള്ള ഒരറിയിപ്പ് പ്രകാരമാണ് ഇവിടെയുള്ള ദൈവമക്കൾ കടന്നു പോകുന്നത്. ദൈവമക്കൾ, ദൈവഭൃത്യന്മാർ ഈ വിഷയങ്ങളെ ഓർത്ത് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാലും ദോഹയിലുള്ള എല്ലാ ദൈവമക്കൾ, ദൈവദാസന്മാർ സംഘടനാ വ്യത്യാസം കൂടാതെ എല്ലാവരും അന്യോന്യം പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കുന്നു. ഇതാണ് ദോഹ ദേശത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് IDCC PC-യുടെ കെയർ ഓഫിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് 2 വിടുവാനായിട്ട് ഇടയായി തോന്നുന്നു. പലർക്കും അവിടെ കടന്നു പോകാനിടയായി, നാട്ടിൽ കടന്നു പോകാനിടയായി. ഇതാണ് ഖത്തറിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം. ദൈവമക്കൾ, ദൈവദാസന്മാർ ഖത്തറിനെ ഓർത്തും ഖത്തറിൽ വലിയൊരു ആത്മീയ വിടുതലുകൾ, ഒരു വലിയ ബ്രേക്ക് ത്രൂ, ഒരു റിവൈവൽ നടക്കുവാൻ കഴിഞ്ഞ കാലങ്ങളെ പോലെ ഒരു വലിയ ആത്മീയ ചൈതന്യത്തോടെ, ദൈവ സാന്നിധ്യത്തോടെ, ആ ദൈവിക ബന്ധത്തിൽ ആയിരുന്നു കൊണ്ടുള്ള ഒരു ആത്മീയ മുന്നേറ്റത്തിന് വേണ്ടി ദൈവമക്കൾ, ദൈവദാസന്മാർ പ്രാർത്ഥിച്ചാലും ദൈവം അനുഗ്രഹിക്കട്ടെ.
ദേവദാസിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് തുടർന്ന് ഖത്തറിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിദാസൻ സജീമത്തായി നമ്മോടൊപ്പം ഉണ്ട്, മസ്കറ്റിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ദേവദാസൻ ഇപ്പോൾ ഖത്തറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ സമയത്ത് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസനായതിലായിരിക്കാം. ഖത്തറിൽ ഇനിയും അവിടുത്തെ സ്വദേശികളായ അനേകരെ കർത്താവിനെ അറിയാനുണ്ട്. ദേവദാസൻ പറഞ്ഞതുപോലെ അവിടെയുള്ള സഭകൾക്ക് വേണ്ടി ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിട്ടുണ്ട്. റിക്കവർ ആകാനുള്ള കൊറോണ പേഷ്യൻസ് ഉണ്ട്. അവിടെ വലിയ സൗഖ്യവും വിടുതലും വ്യാപരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ ഏകദേശം ഖത്തറിനെ കുറിച്ച് ഒരു പിക്ചർ കിട്ടും. സ്തോത്രം. നിങ്ങൾക്ക് തുടർമാനം പ്രാർത്ഥിക്കുന്നവർക്ക് അത് തുടർന്ന് പ്രാർത്ഥിക്കാനും അതൊരു അവസരമായി തീരട്ടെ എന്ന് ദൈവത്തിൽ ശരണപ്പെടുന്നു. നമുക്കൊരുമിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഖത്തറിന് വേണ്ടി ആത്മാവിലൊന്ന് നമുക്കൊന്ന് ജാഗരിക്കാം. നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാ രാജ്യത്തോട്ടൊന്ന് ചെന്ന് പ്രിയ സജി പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിനോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയാകണം. അത് ദേശത്തിനൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലെ ദൈവജനങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നത് ഈ രാജ്യത്തിനൊരു വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ ഖത്തറിന് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനയും നമ്മളെ ലീഡ് ചെയ്യുന്നതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രാത്രിയിൽ ഖത്തറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല പിതാവേ, ഇവിടുത്തെ പുത്രനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഖത്തറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവെ, ഞങ്ങളിത് യാതൊന്നും യാദൃച്ഛികമല്ല, അങ്ങയുടെ മുൻനിർണയ പ്രകാരമാണ് ഞങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിന്റെ ലോക രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് ഞങ്ങൾ ആത്മാവിൽ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ഞങ്ങൾ ഐക്യതയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാജ്യത്തിന് മേൽ വലിയ ദൈവപ്രവർത്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അഭിഷേകത്തിന് പറഞ്ഞതുപോലെ വലിയൊരു ഉണർവിനെ ആ ദേശത്ത് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനെ കർത്താവ് രാജ്യത്തിന് മേൽ സെറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അസാധാരണമായ ദൈവപ്രവർത്തികൾ അവിടുത്തെ സഭകളിൽ ഈ ദിവസം നടക്കുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ഭരണ സംവിധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അധികാരികളിൽ ചിലർ കർത്താവിനോട് ബന്ധത്തിൽ കർത്താവെ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉണർവിന് കർത്താവെ നേതൃത്വം കൊടുക്കുവാൻ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രതികാൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, ശമ്പളമില്ലാതെ ഭാരപ്പെടുന്നവർ, കർത്താവെ ഹല്ലേലൂയ, വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഖത്തറിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാധാരണമായി ദൈവപ്രവർത്തികൾ ഞങ്ങൾ നടന്നു കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ദിവസത്തിനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വഴി തികവുള്ളതാണ്. കർത്താവെ, അങ്ങയുടെ മുൻനിർണയ പ്രകാരം ഈ ദിവസം അങ്ങ് കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. ഒരു വലിയ ദൈവ പ്രവർത്തിക്കായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഖത്തറിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത് അങ്ങനെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങൾ ചിലർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടട്ടെ, സഭകളിൽ ഉണർവുകൾ സംഭവിക്കട്ടെ, ദൈവദാസന്മാർ ദൈവരാജ്യത്തിന് വേണ്ടി ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും ഇനി മസ്കറ്റിൽ നിന്ന് പാസ്റ്റർ സജി ആൻഡ്രൂസ്, മസ്കറ്റ് പെന്റക്കോസ്റ്റൽ ഫെലോഷിപ്പിലെ പാസ്റ്റർ ആയിരിക്കുന്ന ദേവദാസൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ വളരെ വേഗത്തിൽ വളരുന്ന കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ് കർത്താവിന്റെ ദാസൻ ലീഡ് ചെയ്യുന്ന ചർച്ച്. നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുവാൻ ഇടയായി. ദേവദാസൻ തുടർന്നുള്ള സമയങ്ങളിൽ മസ്കറ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ അവിടുത്തെ കാര്യം നമ്മോട് പറയും. നമുക്ക് ഒരുമിച്ച് മസ്കറ്റിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. അതിനുശേഷം നമ്മൾ ഇന്ന് കർത്താവിന്റെ ദാസൻ നമ്മൾ ഇന്നത്തെ പ്രധാന ഗസ്റ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ഓവർസിയർ ഡോക്ടർ സുശീൽ മാത്യു, അൺറീച്ച് പീപ്പിൾ ഗ്രൂപ്പ് നോർത്ത് ആഫ്രിക്കയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും കോർഡിനേറ്ററായി സോഷ്യൽ ബോർഡിന്റെ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ നമ്മോടൊപ്പം ഉണ്ട്. സ്തോത്രം. ദൈവദാസൻ ഇതിന് ശേഷം ഒരല്പ സമയങ്ങൾ 10 to 15 മിനിറ്റ്സ് കർത്താവിന്റെ ഹൃദയം നമ്മളോട് സംസാരിക്കും. മസ്കറ്റിലെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ദേവദാസൻ നമ്മളോട് അല്പസമയങ്ങൾ സംസാരിക്കും. അതിനുശേഷം ബഹറിൽ നിന്നും സൗദിയിൽ നിന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. തുടർന്ന് മറ്റു പല രാജ്യങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സ്തോത്രം. എല്ലാവരും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലായിരിക്കണമെന്ന് ദൈവനാമത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ദിവസനാമത്തിലായിരിക്കാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സജി പാസ്റ്റർ
മസ്കറ്റിലെ കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് മസ്കറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദേവദാസൻ അതിനായിട്ട് സമയം വേർതിരിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് രാത്രി മഹത്വപ്പെടട്ടെ. എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മസ്കറ്റിൽ നിന്ന് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. മസ്കറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കാണിച്ച എല്ലാ നല്ല താല്പര്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, കഴിഞ്ഞ വർഷം മസ്കറ്റിന്റെ നാഷണൽ നടന്നപ്പോൾ അന്ന് ആ ദിവസങ്ങളിൽ പാസ്റ്റർ റോണി, പാസ്റ്റർ ജിബു, അങ്ങനെ പാസ്റ്റർ ബാബുച്ചെറിയ, അങ്ങനെ ടീം മസ്കറ്റിൽ എത്തുകയും പ്രത്യേകാൽ മസ്കറ്റിനെ ഓർത്ത് മസ്കറ്റിലെ ദൈവസമോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ചില ദിവസങ്ങൾ വേർതിരിച്ചു. അത് വലിയ അനുഗ്രഹമായിരുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു മസ്കറ്റിനോട് ദൈവത്തിന് വലിയ ഫേവർ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കട്ടെ. പാസ്റ്റർ സജീവത്തെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഫേവറിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. COVID-19 മസ്കറ്റിൽ ഇപ്പോൾ ഏകദേശം 47,735 പേരാണ് ടോട്ടൽ അഫക്റ്റ് ആയിട്ടുള്ളത്. അതിൽ ഏകദേശം 29,000 പേര് റിക്കവർ ചെയ്തിട്ടുണ്ട്. 218 പേർ മരിക്കാനിടയെ തീർന്നു. എങ്കിലും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമെന്ന് വലിയ വിശ്വാസമുണ്ട്. സഭയ്ക്കാണ് ദൈവം അതോറിറ്റി കൊടുത്തിരിക്കുന്നത്. സഭ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് കൽപ്പിക്കുന്നു അത് സംഭവിക്കും എന്നൊരു വലിയ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ മസ്കറ്റിലെ എല്ലാ ദൈവസഭകളും ദൈവസന്മാരും ആ ഒരു വിശ്വാസത്തിന്, ബോഡി ഓഫ് ക്രൈസ്റ്റ് അതോറിറ്റി സഭയ്ക്കാണ് എന്നുള്ള വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ അത് കൽപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ ദൈവമഹത്വം, ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടും. ഒരു വലിയ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ പ്രാർത്ഥനയിൽ ബ്രിട്ടീഷുള്ള എല്ലാ ദൈവദാസന്മാരുടെയും സപ്പോർട്ട് മസ്കറ്റിന് ആവശ്യമാണ്. മസ്കറ്റിൽ പ്രാർത്ഥിക്കുക. ഒരു വലിയ ഉണർവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോൾ ഒരു വലിയ ഉണർവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, സംഭവിക്കും എന്നൊരു വലിയ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇവിടെയുള്ള ദൈവസഭകൾ, ദൈവദാസന്മാർ എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കുന്നു. ആ ജോലിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും എല്ലാവരെയും കർത്താവ് അതിശയത്തോടെ നടത്തുന്നു. കർത്താവ് സ്വർഗീയ ഡാഡി അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. കാരണം മക്കളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ഡാഡി അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ മക്കളാണ്, ദൈവം നമ്മുടെ പിതാവാണ്. അതുകൊണ്ട് പിതാവിന് മക്കളുടെ മേൽ വലിയ ഉത്തരവാദിത്വവും ഒരു കൺസേണും ഒരു പ്രൊട്ടക്ഷനും എല്ലാം മക്കളുടെ മേൽ ഉണ്ടെന്നൊരു വിശ്വാസം ഞങ്ങൾക്കെല്ലാം, എല്ലാ പാസ്റ്റേഴ്സിനും എല്ലാ ദൈവമക്കൾക്കും ഉണ്ട്. ആ ഒരു വിശ്വാസം, ദൈവത്തിന്റെ അപ്പന്റെ പരിപാലനം, അപ്പന്റെ കരുതൽ, അപ്പന്റെ സംരക്ഷണം എല്ലാം ഞങ്ങൾക്കുണ്ട് എന്നൊരു വലിയ വിശ്വാസം മസ്കറ്റിലെ എല്ലാ ദൈവമക്കൾക്കും ഉണ്ട് എന്നവരെ പ്രതികരിച്ച് ഞാൻ പറയട്ടെ. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് ആവശ്യമാണ്. ഇതാണ് മസ്കറ്റിനെ പറ്റിയുള്ള ചെറിയൊരു അവലോകനം. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇവിടെ ഉണ്ടെങ്കിലും കർത്താവിന് കൃപ, ഫേവർ മസ്കറ്റിന്മേൽ ഉണ്ട്. അത് യേശുവിന് ആദ്യം പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ചോദിക്കുന്നു. മുൻകൈ എടുത്ത യു പാസ്റ്റർ, ഓണി പാസ്റ്റർക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം നമുക്ക് മസ്കറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരുമിച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദേവദാസൻ പറഞ്ഞതുപോലെ മസ്കറ്റില് നമ്മുടെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ ശരീരമാകുന്ന സഭ, ഇങ്ങനെ മിഡിൽ ഈസ്റ്റിൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് തീർച്ചയായിട്ടും സഭ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഏകദേശം 50 ലക്ഷത്തിലധികം ആൾക്കാർ മസ്കറ്റിലുണ്ട്. മസ്കറ്റ് ഒരു വലിയ സ്ഥലമാണ്. എങ്കിലും നമുക്ക് മസ്കറ്റിനെ ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഇനി റീച്ച് ചെയ്യാനായിട്ടുള്ള ഒത്തിരി ജനങ്ങൾ അവിടെ ഉണ്ട്. സ്തോത്രം. നമുക്ക് അവിടെയും അവിടുത്തെ ലോക്കലായിട്ടുള്ള ജനത്തിന് നടുവിൽ വലിയൊരു ഉണർവ് നടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദേശത്തെ അനുഗ്രഹിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ശരീരമാകുന്ന സഭ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ സഭകളും ആമേൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ വലിയൊരു ഉണർവ് ആമേൻ അവിടെ സംഭവിക്കുവാൻ. സ്തോത്രം. ദേവദാസന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പോലെയുള്ള വലിയ ദൈവത്തിന്റെ പ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടാനും. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മള് ഇതൊരു പ്രോഗ്രാമായിട്ട് നടത്തുകയല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ ഒരു പ്രയറിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കണമെന്ന് ദൈവനാമത്തിൽ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അല്ലാതെ കൂടി വരുന്നത് അതൊരു അസാധ്യമായ കാര്യമാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു മാർഗമാണ് ഈ ഒരു സൂമിലൂടെ നമുക്ക് ഒരുമിച്ച് ആയിരിക്കുന്നത്. നമുക്ക് ആത്മാവാകുന്ന ശരീരം, കർത്താവിന്റെ ശരീരം ആത്മാവിൽ നിൽക്കുന്ന
ശരീരമാകുന്ന സഭയാണ്. അതുകൊണ്ട് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. ദേശങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ വലിയ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. ഈ സമയത്ത് യുഎഇയിൽ നിന്ന് കർത്താവിന്റെ ജിംസം പാസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. ദേവദാസന് ഈ വിഷയത്തെ ഓർത്ത് മസ്കറ്റിന് വേണ്ടി ഈ സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. വലിയ ദൈവത്തിന്റെ പ്രവൃത്തികൾ കർത്താവ് ദേശത്തിന് മേൽ ചെയ്യട്ടെ. ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ദാസനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കാം. പ്രിയ സജീവൻ റൂസ് പാസ്റ്ററുടെ മസ്കറ്റിനെ കുറിച്ച് കേൾക്കാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. നമ്മൾ പല ദൈവദാസന്മാരും ആ ദേശം സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ന് ഇത്രയും ദൈവഭൃത്യന്മാർ ഒന്നിച്ച് ആ ദേശത്തിന് വേണ്ടി കരമുയർത്തുമ്പോൾ അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഒന്നാമത് നമ്മൾ ഇത്രയും ദൈവദാസന്മാർ ഒന്നിച്ച് കരമുയർത്തുന്നത്. ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമായതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രശ്നങ്ങൾ മല പോലെ നിൽക്കുമ്പോൾ അതിനു മീതെ അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നതിനായി സ്തോത്രം. ആമേൻ. കർത്താവെ, ഞങ്ങളെ കുറിച്ച് ഉത്തരവാദിത്വമുള്ള ഞങ്ങളുടെ നല്ല അപ്പനെ ഞങ്ങൾ സ്തുതിക്കുക. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് അയച്ചതല്ലെങ്കിലും അങ്ങയാൽ അനുവദിക്കപ്പെട്ട ഈ സമയത്തിന് അകത്ത് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞങ്ങളോട് അവിടെ നിന്ന് അറിയിക്കണമേ. ഈ പ്രശ്നം മാറുന്നതിനേക്കാൾ അപ്പുറത്ത് ഇതിന്റെ പിന്നിലെ ദൈവശബ്ദം തിരിച്ചറിയാൻ ഞങ്ങളുടെ കണ്ണുകളെ വീണ്ടും സ്വർഗം പ്രകാശിപ്പിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആമേൻ. കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് യഹോവയ്ക്ക് മഹത്വം, കാര്യങ്ങൾ ആരായുന്നത് രാജാവിന് മഹത്വമെന്ന് അങ്ങയുടെ തിരുവചനത്തിലുണ്ടല്ലോ. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് അടുത്ത് വരിക. ഞങ്ങൾ ഇത്രയും അഭിഷിക്തന്മാരൊന്നിച്ച് അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്നവരൊന്നിച്ച് കരമുയർത്തുകയാണ്. കർത്താവെ, അത് അങ്ങയുടെ ഹൃദയത്തെ ഒത്തിരി പ്രസാദിപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ നിൽക്കുമ്പോഴും ഞങ്ങൾക്കൊക്കെ ഒന്നിച്ചൊന്ന് കരം പൊക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ആമേൻ. കർത്താവെ, എന്നാൽ ഇന്ന് ഇങ്ങനെ ഒരു സംരംഭ സ്വർഗം ഒരുക്കിയല്ലോ. ഞങ്ങൾ അതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഇതിൽ ഉൾപ്പെടുന്ന എല്ലാ ദൈവഭൃത്യന്മാരോടും ചേർന്ന് കൈകോർക്കുവാൻ അടിയനെ ഒരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മസ്കറ്റിനെ ദൈവാലയങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേൻ. സ്തോത്രം. കർത്താവിന് ആമേൻ സഭയിലൂടെ എന്തെല്ലാം അവിടെ ചെയ്യുവാനുണ്ടോ അത് ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടതിന് ദൈവത്തിന്റെ കരത്തിന്റെ അത്യന്തമായ ഇടപെടലുകൾ അവിടെ വെളിപ്പെടാൻ പോകുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ. ആമേൻ. സ്തോത്രം. അല്ല, ഞങ്ങൾ പിശാചിന്റെ പദ്ധതികളെ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ പരിമിതികളെ വിശ്വസിക്കുന്നില്ല. ആമേൻ. മറിച്ച് കർത്താവെ, അങ്ങിൽ ഞങ്ങൾക്കുള്ള ആമേൻ അപ്രമേയ ധനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. അങ്ങിലുള്ള ഞങ്ങളുടെ ഐഡന്റിറ്റിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പുത്രത്വത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവെ, ഉയർപ്പിന്റെ വ്യാപാര ശക്തി ഞങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ അവകാശത്തിന്റെ മഹിമാധനം ഞങ്ങളിൽ വെച്ചിരിക്കുക. സ്തോത്രം കർത്താവെ. ആമേൻ. അങ്ങയുടെ പുത്രന്മാരായി ഭൂമിയുടെ ഉപ്പായി ലോകത്തിന് വെളിച്ചമായി ആമേൻ കർത്താവെ, മസ്കറ്റിൽ അങ്ങയുടെ ഭൃത്യന്മാരെ ദൈവം ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞാൻ എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും നടുവിൽ ആമേൻ ഒരു വീണ്ടെടുപ്പ് വെക്കും, ഒരു വ്യത്യാസം വെക്കുമെന്ന് ഫറവോനോട് അരുളി ചെയ്ത കർത്താവെ. ആമേൻ. സ്തോത്രം. ആമേൻ. ആ ദേശത്ത് അങ്ങയുടെ ഭൃത്യന്മാർ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, അവർ ഞങ്ങൾക്ക് പകരമായി നിൽക്കുന്നെന്ന്, ഞങ്ങളോടൊപ്പം നിൽക്കുന്നെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുക. അവർ ആ ദേശത്ത് നിൽക്കുമ്പോൾ കർത്താവെ, ആമേൻ. സ്തോത്രം. ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ എല്ലാ സാധ്യതകളും അവരിലൂടെ ആ ദേശത്ത് വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിൽ കരമുയർത്തുകയാണ്. ആമേൻ. ആ ദേശത്ത് കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. ആമേൻ. ഞങ്ങൾ കരമുയർത്തുന്നതിന് മീതെ മറ്റൊരു കര ഉയരത്തില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവെ. ആമേൻ. ഞങ്ങൾ നാവിലെടുക്കുന്ന അങ്ങയുടെ നാമത്തിന് മീതെ ആ ദേശത്ത് മറ്റൊരു നാമവും ഇല്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവെ. എന്നാൽ അങ്ങയെ വിശ്വസിപ്പാൻ, അങ്ങയുടെ വിശ്വസ്തതയെ തിരിച്ചറിയുവാൻ, അങ്ങ് ഞങ്ങളെ കുറിച്ച് ഏറ്റവും ഉത്തരവാദിത്വമുള്ളവനാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കെയറുകൾ കളഞ്ഞ് ഒന്ന് സ്വസ്ഥതയോടെ അങ്ങയുടെ വേല ചെയ്യുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, മസ്കറ്റിലെ ദൈവഭൃത്യന്മാർ സഭാഭേദമന്യേ ഈ മീറ്റിങ്ങിന് ശേഷം എല്ലാവരും ഒന്ന് ചെന്ന് കൈ കൊടുക്കാൻ സ്വർഗം ഇടയാക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. വിഭാഗീയതയുടെ മതിലുകളെ ഇടിച്ചു കളയണമേ കർത്താവെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഏതൊരു രാജ്യവും തന്നിൽ തന്നെ നിലനിൽക്കുന്നില്ലെങ്കിൽ ആമേൻ അത് ചിതറിപ്പോകുമെന്ന് കർത്താവ് ഞങ്ങളോട് പറഞ്ഞല്ലോ. ആമേൻ. സ്തോത്രം. ആകയാൽ കർത്താവെ, മസ്കറ്റിലുള്ള കർത്താവിന്റെ ഭൃത്യന്മാരുടെ ഐക്യതയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആ ദേശത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ
അനേകരുണ്ടല്ലോ ആമേൻ. അവരുടെ ജോലി, അവരുടെ വിഷയങ്ങൾ ഓരോന്നിന്റെ മേലും ആമേൻ ഞങ്ങൾ പ്രാർത്ഥിക്കും മുമ്പും അവരെ കരുതി അതേ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി ഞങ്ങൾ അടുത്തു വരിക. അങ്ങ് ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് കരം ഉയർത്തുമ്പോൾ അത് ആ ദേശത്തിന് മേൽ മഴയാകട്ടെ കർത്താവെ. പ്രാർത്ഥിച്ച് ഞങ്ങൾ തങ്ങളിൽ അനുഗ്രഹിച്ച് ആ ദേശത്തിന്മേൽ കരമുയർത്തുന്നു. പ്രത്യേകിച്ച് അവൻ സജിയാൻ സഫ്നായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സജി ആൻഡ്രൂസ് പാസ്റ്ററോടും ജിൻസൺ പാസ്റ്ററോടും നന്ദി അറിയിക്കും. നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. ഇനി തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ ദൈവജനത്തിന് കേൾപ്പാൻ പോവുകയാണ്. നമുക്കൊരു ഹാഫ് ആൻ അവർ കൊണ്ട് നമ്മൾ പ്രയർ കഴിയും. നെജറാൻ പെന്തക്കോസ്റ്റൽ ചർച്ചിലെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ പി ജി വർഗീസ് നമ്മോടൊപ്പം ഉണ്ട്. സൗദിയിൽ നിന്ന് പാസ്റ്റർ സൈമൺ കർത്താവിന്റെ ദാസൻ സൈമൺ ജോർജ് കൈപ്പട്ടൂർ നമ്മോടും കൂടെ ഉണ്ട്. സൗദിയെ കുറിച്ച് സൈമൺ ചാൻ അല്പസമയം ഷെയർ ചെയ്യും. ബഹറിനിൽ നിന്ന് കോശി എബ്രഹാം, കല്ലുമേല ചർച്ചുകളിലെ അസോസിയേറ്റ് പാസ്റ്റർ ആയിരിക്കുന്ന കോശി എബ്രഹാം നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന് ഈ സുശീൽ സാറിന്റെ അല്പസമയത്തെ സന്ദേശത്തിന് ശേഷം അവരും കൂടെ ഒന്ന് ഷെയർ ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സുശീൽ സാറ് ആക്ച്വലി ബോൺ ആൻഡ് ബ്രോട്ട് കേരളത്തിലല്ല, കൂടുതൽ സമയവും USA-ലാണ്. അപ്പോൾ മലയാളത്തിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമുക്ക് ട്രാൻസ്ലേഷനുള്ള സമയപരിമിതി ഉള്ളത് കൊണ്ട് മലയാളത്തിൽ തന്നെ സംസാരിക്കും. ദേവദാസൻ തുടർന്നുള്ള സമയങ്ങളിൽ ശുശ്രൂഷിക്കും. ചർച്ചസിലെ പാസ്റ്റേഴ്സ് പലരും ഈ മീറ്റിംഗ് ജോയിൻ ചെയ്തിട്ടുണ്ട്, പലരെയും കാണുന്നുണ്ട്. എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസൻ സുശീൽ സാർ അല്പസമയം നമ്മോട് ദൈവത്തിന്റെ ഹൃദയം നമ്മോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. അതിനുശേഷം 2 രാജ്യങ്ങളോടുണ്ട്, അത് ഷെയർ ചെയ്തിട്ട് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് വേഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അല്പസമയം കൂടെ ഒരുമിച്ചായിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാവരോടും ഒരുമിച്ച് ഇങ്ങനെ നമുക്കല്ലാതെ കൂടാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇത് വലിയ ഒരു ആത്മീയമായ ഒരു വലിയ മർമ്മമായിട്ട്, ഒരു വലിയ ഉണർവിന് കാരണമായി തീരുമെന്നുള്ള വളരെ പ്രതീക്ഷയോടെ നമുക്ക് ആയിരിക്കാം. ദൈവം നമ്മളെ ഈ രാജ്യത്താക്കി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. നമ്മളിവിടെ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി മാത്രം വന്നവരല്ല. ദൈവരാജ്യത്തിന് ഒരു പദ്ധതി നമ്മളെ കൊണ്ട് ഇവിടെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് സുവിശേഷീകരണം ശക്തമായിട്ട് ഈ ദേശത്ത് നടക്കാം. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ആയിരിക്കാം. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിന്റെ ദാസൻ സമയമെടുക്കും. അതിനുശേഷം നമുക്ക് അല്പസമയം കൂടെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വേഗത്തിൽ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേകമായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രേ ഫോർ മിഡിൽ ഈസ്റ്റ് പ്രയർ ഇനീഷ്യേറ്റീവിൽ ടെക്സസിൽ നിന്നും നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ ദൈവം എനിക്ക് തന്ന ഈ നല്ല അവസരത്തിൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ വ്യക്തിപരമായുള്ള വന്ദനം. മാത്രമല്ല കുവൈറ്റിന്റെ നാഷണൽ ഓവർസിയർ, ചർച്ച് ഓഫ് ഗോഡ് നാഷണൽ ഓവർസിയർ എന്നുള്ള നിലയിലും മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക മീന എന്ന് പറയുന്ന റീജിയന്റെ സുവിശേഷം എത്താത്ത UPG അൺറീച്ച് പീപ്പിൾ ഗ്രൂപ്പ്സ് കോർഡിനേറ്റർ എന്നുള്ള നിലയിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വന്ദനത്തെയും അറിയിച്ചു കൊള്ളട്ടെ. ഇപ്രകാരം ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുവാൻ തക്കോണം ദൈവം പ്രത്യേകിച്ച് ദൈവദാസന്മാരെ കരങ്ങളെടുത്ത് ഈ നാളുകൾ ഉപയോഗിക്കുന്നതിനായി ഞാൻ വളരെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരമുള്ള പ്രാർത്ഥനാ മീറ്റിംഗ്സ് ഒന്നും അമേരിക്കയിൽ ഇതുവരെയും ഒരു കോർഡിനേറ്റഡ് എഫേർട്ടായിട്ട് മലയാളികളുടെ ഇടയ്ക്ക് പോലും നടന്നിട്ടില്ല. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള ഈ കാര്യത്തെ ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ദൈവം നിങ്ങളുടെ ഈ എല്ലാ എഫേർട്സിനെയും അനുഗ്രഹിക്കുകയും അത് ഫലപ്രദമാക്കി തീർക്കുകയും ചെയ്തിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിന് പ്രത്യേകമായിട്ട് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ജയല ലോറൻസ് അപ്പോസ്തോലിക് ചർച്ച് ദുബായ് അവർകളെയും, മാത്രമല്ല പാസ്റ്റർ ജിബി അസോസിയേറ്റ് പാസ്റ്റർ ഓഫ് ബെതേൽ ഫെയ്ത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് കുവൈറ്റിനെയും, പാസ്റ്റർ ജിബു പുന്നൂസ് അബൻഡന്റ് ലൈഫ് ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റിനെയും ദൈവം ശക്തമായിട്ട് തുടർന്നും വരുന്ന ആളുകൾ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ഇതിനുവേണ്ടി ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കുവാൻ അവരെ താല്പര്യം കാണിച്ചതിന് ദൈവം ധാരാളം പ്രതിഫലം കൊടുക്കുകയും അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെയും ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ കർത്തൃദാസന്മാരെയും കുടുംബാംഗങ്ങളെയും വിശ്വാസികളെയും എല്ലാവരെയും സൂമിൽ കൂടിയും ഫേസ്ബുക്കിൽ ലൈവിൽ കൂടിയൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചെയ്യട്ടെ. നമ്മൾക്ക് ഈ പ്രത്യേക സമയങ്ങളിൽ ധാരാളം സൂം മീറ്റിംഗ്സും മറ്റ് മീഡിയയിൽ കൂടി വളരെയധികം പണ്ടുള്ളതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു 2-3 ഇരട്ടിയോ
നമുക്ക് പ്രോഗ്രാംസും അവസരങ്ങളും ഉണ്ട്, പ്രാർത്ഥനകളൊക്കെയും ഉള്ളതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു പ്രസംഗം കൂടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കേൾക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ചില കാര്യങ്ങൾ മാത്രം വളരെ വേഗത്തിൽ, ഒരു പ്രസംഗമായിട്ടല്ല, ചില ചിന്തകൾ മാത്രം ഓർപ്പിച്ചുകൊണ്ട് തന്നിട്ടുള്ള സമയത്തിനുള്ളിൽ വളരെ വേഗത്തിൽ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ കൊറോണ വൈറസ് COVID-19 വന്നത് മുഖാന്തരം നമുക്കുണ്ടായിട്ടുള്ള പോസിറ്റീവ് ആസ്പെക്ട്സ്, നാം നെഗറ്റീവ് ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇതുകൊണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെയും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോസിറ്റീവ് ആസ്പെക്ട്സ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഒന്നാമതായിട്ട് there has been a unity amongst the body of Christ. ദൈവ മക്കളുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ദൈവസഭയുടെ ഇടയ്ക്ക്, ദൈവ മക്കളുടെ ഇടയ്ക്ക് സഭാ വ്യത്യാസം കൂടാതെ there is a unity of purpose. നമ്മുടെ ലക്ഷ്യബോധ്യം ഒന്നുകൂടെ ഉണ്ടായി. നമ്മുടെ ഇടയിൽ ഒരു വലിയ യൂണിറ്റി, ഐക്യതയുണ്ട്. രണ്ടാമതായിട്ട് ആത്മാവിൽ ഒരു ഐക്യത ഉണ്ടായിട്ടുണ്ട്. There is a unity in the spirit that allows us to work together, understanding our purpose and our calling. എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, വേർതിരിക്കുന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യത്തോടു കൂടി ഇന്നാളുകൾ മുമ്പോട്ട് പോകാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല എല്ലാവർക്കും വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും സഭകളായിട്ടും ദൈവത്തോട് അടുക്കുവാൻ തക്കോണം ഇതൊരു മുഖാന്തരമാക്കിയിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത് മുഖാന്തരം ദൈവരാജ്യത്തിന്റെ ഒരു വ്യാപ്തി ഉണ്ടാകണം. There must be an expansion of the kingdom of God. അല്ലെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്നത് കേയും വേസ്റ്റഡ് ആണ്. നമ്മുടെ ഈ സമയം കൊണ്ടൊന്നും അർത്ഥമില്ല, നമ്മുടെ ഈ എഫേർട്സ് കൊണ്ട് അർത്ഥമില്ല. So let us pray that God will use this situation, ഈ സാഹചര്യത്തെ, ഈ അന്തരീക്ഷത്തെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. പെട്ടെന്ന് ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് അല്പം ചില പവർ പോയിന്റിന്റെ ചില പോയിന്റ്സ് നിങ്ങളെ കാണിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. So let me quickly go into that. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെയും അല്ലെങ്കിൽ തന്നെയും I would like to share my screen. ഹോസ്റ്റ് എനിക്ക് ഷെയർ സ്ക്രീൻ പ്രിവിലേജ് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, അത് വരുന്നിടം വരെയും ഞാൻ ചില വാക്യങ്ങൾ ഓർപ്പിച്ച് നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു. From one man he made all the nations that they should inhabit the whole earth, and he marked out their appointed times in history and the boundaries of their lands. എന്ന് അത് മലയാളത്തിൽ ആരെങ്കിലും ഒന്ന് വായിക്കണം. എൻ്റെ പവർ പോയിന്റിൽ അത് ഉണ്ടായിരുന്നു മലയാളത്തിൽ, പക്ഷെ അത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. Acts chapter 17 verses 26 and 27. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെ ഉളവാക്കി. അവിടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നതല്ലാതാണ്. നാം ഇവിടെ വായിക്കുന്നത്, ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓരോ സ്ഥാനത്താക്കിയിരിക്കുകയും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളുടെ അതിർത്തി വരെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് നാം ദൈവത്തിൽ വായിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ ഏത് രാജ്യങ്ങളിൽ എവിടെ ആയിരിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ ഉദ്ദേശവും പദ്ധതിയോട് കൂടിയാണ് ദൈവം അവിടെ ആക്കിയിരിക്കുന്നത്. It is not by accident, it is not by chance, but by God's divine plan and purpose that we are where we are today. നാം ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം, ഈ സമയം ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണെന്നുള്ളതാണ് വളരെ വ്യക്തമാക്കുന്നത്. God appointed their times in history and the boundaries of their lands. നാം ആയിരിക്കുന്ന സ്ഥലം, നാം ആയിരിക്കുന്ന അതിർത്തി ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അതിനൊരു ഉദ്ദേശമുണ്ട്. സോ ദാറ്റ് പീപ്പിൾ വിൽ സീക്ക് ഔട്ട് ടു ഗോഡ്. അതുകൊണ്ട് ദൈവം നമ്മളെ എവിടെ ആക്കിയിരിക്കുന്നോ ആ സ്ഥലങ്ങളിൽ ആക്കിയിരിക്കുന്ന ഉദ്ദേശമെന്നുള്ളത് ദൈവമക്കള് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. God has a purpose and a plan in keeping us where he has kept us today. അടുത്തതായിട്ട്, അതുകൊണ്ട് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നാം എന്ത് ചെയ്യണം? വിശ്വസ്തയോടുകൂടി ദൈവം ആക്കിയിരിക്കുന്ന ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണം എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട്,
യെഹെസ്കേൽ പ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ അതിന്റെ 33-ാം അധ്യായത്തിലും 34-ാം അധ്യായത്തിലും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും 3-ാം അധ്യായത്തിന്റെ 16, 17, 18, 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യെഹെസ്കേൽ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് 17-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചാട്ടെ. The book of Ezekiel, chapter 3, verse 17, 18, and 19. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർമ്മിപ്പിക്കുകയോ? ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർമ്മിപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടുതിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ ഒരു ആക്കിയിരിക്കുന്ന രാജ്യങ്ങളിൽ, സ്ഥലങ്ങളിൽ. ദൈവമക്കളെ മറക്കരുത്, ദൈവം നമ്മളെ ആ പട്ടണത്തിൽ, ആ രാജ്യത്തിൽ ഒരു കാവൽക്കാരനാക്കിയിരിക്കുകയാണ്. He has made us a watchman for the people. So hear the word I speak and give them warning from me. ദൈവത്തിന്റെ വചനം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു വാച്ച്മാന്റെ ഉത്തരവാദിത്തം വലിയ പ്രസംഗ വിഷയമാണ്. അതിലേക്ക് കടക്കുന്നില്ല. ദൈവം നന്നായിട്ട് അറിയാവുന്നവരാണല്ലോ. So remember, God has placed us in the place where we are today and made us a watchman with a major responsibility to warn them of the impending danger of the wickedness that they are living in. അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുർമാർഗത്തിൽ നിന്നും മോശ വഴികളിൽ നിന്നും തിരിഞ്ഞു വരുവാൻ ദൈവം നമ്മളെയാണ് അവരെ വാൺ ചെയ്യുവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. So do not forget that. Let us not be responsible. അവരുടെ രക്തം നമ്മുടെ മേൽ വരാതിരിക്കട്ടെ. നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് ദൈവം ആക്കിയിരിക്കുന്നു. ഈ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. യെഹെസ്കേൽ 33:11 നാം ഇങ്ങനെ വാക്യം കൂടെ വായിക്കുന്നുണ്ട്. The book of Ezekiel, chapter 33, verse 11. As long as I live, declares the sovereign Lord, I take no pleasure in the death of the wicked, but rather that they turn from their ways and live. Turn from your evil ways. Why will you die, O house of Israel? മലയാളത്തിൽ വായിച്ചാട്ടെ. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്ര എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുവിൻ. യഹോവയായ ദൈവത്തിന്റെ ഇഷ്ടം എന്തുവാണ്? ഈ വിക്കറ്റ് മാൻ, ദുഷ്ടൻ തന്റെ ദുർമാർഗത്തിൽ നിന്ന് തിരിയണം എന്നുള്ളതാണ്. അവൾ നശിച്ചു പോകുന്നുള്ളതല്ല. ഈ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മളെയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. കാര്യം ദൈവത്തിന്റെ ആഗ്രഹം ഇവർ മനം തിരിയണമെന്നാണ്, മാനസാന്തരപ്പെടണമെന്നാണ്. അത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാം. സങ്കീർത്തനം 2:8 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, Ask of me and I will give you the nations for your inheritance and the ends of the earth for your possession. Last verse ആണ് മലയാളത്തിൽ വായിച്ചാട്ടെ. Psalms 2 verse 8. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. നാം ദൈവത്തോട് ചോദിച്ചു തന്നു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെ നമുക്ക് അവകാശമായിട്ട് തരും. ഈ രാജ്യങ്ങളെ പോയി നമ്മൾ ദൈവമക്കളെല്ലാം കൂടെ പിടിച്ചെടുക്കുമെന്നല്ല. ആ രാജ്യത്തിന്റെ the spiritual authority over them, the souls, ആത്മാക്കൾ, ഇവരെ ദൈവം നമ്മളെ ഏൽപ്പിക്കുമെന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ നാളുകൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത്, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഉത്തരവാദിത്വം, അതിന്റെ പർപ്പസ് എന്തുവാണെന്ന് വെച്ചാൽ ഈ ദൈവജനങ്ങളോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഈ രാജ്യങ്ങളിൽ, ഈ പട്ടണങ്ങളിൽ ഒരു കാവൽക്കാരനാക്കിയിട്ട് നമ്മളെ ദൈവമാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ രാജ്യങ്ങളെ നിങ്ങൾ ചോദിച്ചുകൊള്ളുക, നമുക്ക് അവകാശമായി തരും. പൗലോസ് പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന 7 കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, when we pray for one another, God answers. നാം അന്യോന്യം ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം അരുളുന്നു. When we pray for one another, God heals us. നാം അന്യോന്യം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ സൗഖ്യമാക്കുന്നു. നാം അന്യോന്യം പ്രാർത്ഥിക്കുമ്പോൾ God opens doors for the gospel. നാം അന്യോന്യം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സുവിശേഷത്തിന്റെ വാതിലുകളെ തുറക്കുന്നു. When we pray for one another, God grows us. നാം അന്യോന്യം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ആത്മീയമായിട്ട് വളർത്തുന്നു. When we pray for one another, God lifts our burdens. നാം അന്യോന്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളെ ദൈവം ഏറ്റുകൊള്ളുന്നു.
When we pray for one another, God humbles us. നാം അന്യോന്യം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ തന്നെ താഴ്ത്തുവാൻ അവസരം തരുന്നു. അവസാനമായിട്ട് when we pray for one another, God helps us to overcome sin. പാപത്തെ അതിജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന സ്വർഗീയ കൃപ ദൈവം നമുക്ക് തരുന്ന അന്യോന്യം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നല്ല ദൈവമേ, ഈ മനോഹരമായ ഈ സമയത്ത് കർത്താവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിരുന്നു കൊണ്ട് ഒരുമിച്ച് കർത്താവെ മിഡിൽ ഈസ്റ്റിന് വേണ്ടിയും കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരായി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദേശത്തിന്റെ കാവൽക്കാരാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദേശങ്ങൾക്കും രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ സംരക്ഷണയ്ക്ക് വേണ്ടി മാത്രമല്ല കർത്താവെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ സുവിശേഷീകരണത്തിന് വേണ്ടി കർത്താവെ, പെർസിക്യൂട്ടഡ് ചർച്ചിന് വേണ്ടി കർത്താവെ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കരങ്ങളേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ സഹായിച്ചായിട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ഒരിക്കൽ കൂടി കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു പാസ്റ്റർ ജിബു. ഗോഡ് ബ്ലസ് യു. സുശി സാറിനോട് നന്ദി അറിയിക്കുന്നു. നമ്മളെ കേൾപ്പിച്ച ചുരുക്ക സമയം കൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പ്രാർത്ഥനയോട് നമുക്ക് ആ സന്ദേശത്തെ ഉൾക്കൊള്ളാം. കർത്താവ് നമ്മളെ കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പം പ്രാർത്ഥിക്കാനും ഈ നമ്മളായിരിക്കുന്ന ദേശത്തെ കുറിച്ചുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ മേൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. പ്രതിയോഗിയെ ഉള്ള വിധവയാണ് മടുത്തു പോകാതെ പ്രാർത്ഥിച്ചത്. സ്തോത്രം. നമുക്ക് നമ്മുടെ അകത്തൊരു ബേർഡനും ആത്മാവിൽ കാര്യങ്ങളെ കാണുമ്പോഴാണ് നമ്മുടെ അകത്തൊരു ഒരു കാര്യം ഉണ്ടാകുന്നത്, ഒരു ബേർഡൻ ഉണ്ടാകുന്നത്. ആ ബേർഡൻ ഉള്ളവർക്കാണ്, ആ പ്രതിയോഗിയുള്ള വിധവയ്ക്കാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ കാവൽക്കാരെ പോലെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. അത് പുതിയ നിയമ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു താക്കോലാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിൽ ആ ഒരു പ്രയറിന്റെ ഒരു വലിയ അറ്റ്മോസ്ഫിയറിലേക്ക് കയറുവാൻ, ഇന്ന് വരെ പ്രാർത്ഥിക്കാത്ത രീതിയിൽ ദേശങ്ങൾക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാക്കട്ടെ. സ്തോത്രം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബഹറിൽ നിന്ന് പ്രിയ കോശി എബ്രഹാം നമ്മോടൊപ്പം ഉണ്ട്. സ്തോത്രം. ചർച്ച് ഓഫ് കല്ലുമല ചർച്ച് ഓഫ് ഗോഡിലെ ശുശ്രൂഷകനായി കർത്താവദാസൻ അവിടെ ഉണ്ട്. ബഹറിന്റെ കാര്യം ഷെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് 1-2 രാജ്യങ്ങൾ നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ട മിഡിൽ ഈസ്റ്റിലെ മറ്റു പല രാജ്യങ്ങളാണ്. അവിടെ മലയാളി ചർച്ചസോ മറ്റു ചർച്ചകളൊക്കെ വളരെ കുറവുള്ള സ്ഥലങ്ങളാണ്. ഒന്ന് സ്തോത്രം ചെയ്യാം. നമുക്ക് ഈജിപ്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 10 കോടിയിലധികം ജനങ്ങളുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്താൽ മതി. സമയക്കുറവ് മൂലം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നേ ഉള്ളൂ. അവിടെ 75,000-ലധികം ആൾക്കാർ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3,500-ലധികം ആൾക്കാർ ഈജിപ്തിൽ മരിച്ചു കഴിഞ്ഞു. 10 കോടിയിലധികം ജനങ്ങളുണ്ട്. അവിടെ 5% ക്രിസ്ത്യൻസ് ഉള്ളൂ. ബാക്കി സ്ഥലങ്ങളിൽ റീച്ച് ചെയ്യാനുണ്ട്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈജിപ്തിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാം. നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. മിഡിൽ ഈസ്റ്റിൽ പെട്ട രാജ്യമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത ഇറാന് വേണ്ടി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. 8 കോടിയിലധികം 28 ലക്ഷം ജനങ്ങൾ ഇറാനിലുണ്ട്. ഏകദേശം 2,50,000 ആൾക്കാർക്ക് അവിടെ കോവിഡ് വന്നു കഴിഞ്ഞു. 12,000-ലധികം ആൾക്കാർ ഇറാനിൽ ഒരുപാട് പേര് ഈ സമയത്ത് മരിച്ചു കഴിഞ്ഞു. നമുക്ക് ആ കോവിഡിന്റെ മൂലം ഭാരപ്പെടുന്ന ആ ദേശത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇപ്പോൾ നമ്മൾ കേട്ട ദൂത് പോലെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തി ഇറാനിൽ കർത്താവ് വെളിപ്പെടുത്തട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് ഇറാഖിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ താമസിക്കുന്ന കുവൈറ്റ് എന്ന രാജ്യത്തിൽ നിന്ന് വളരെ അടുത്തുള്ള സ്ഥലമാണ് ഇറാഖ്. ഇറാഖിലെ ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടുത്തെ 3 കോടിയിലധികം ജനങ്ങൾ, ഏകദേശം 4 കോടിയിലധികം ജനങ്ങളുള്ള സ്ഥലമാണ് ഇറാഖ്. അവിടെ നമുക്കറിയാമല്ലോ, വളരെ ചുരുക്കം ക്രിസ്ത്യൻസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ റീച്ച്ഡ് ആയിട്ടുള്ള സ്ഥലമുള്ളൂ. നമുക്ക് അവിടെ ജനങ്ങളെ കർത്താവ് ദിവസങ്ങൾ സ്പർശിക്കാൻ വേണ്ടി നമുക്ക് ഇറാഖിന് വേണ്ടി പ്രാർത്ഥിക്കാം. 60,000-ലധികം ആൾക്കാർക്ക് അവിടെ കോവിഡ് വന്നു കഴിഞ്ഞു. 2,500-ലധികം ആളുകൾ അവിടെ മരിച്ചു. സ്തോത്രം. നമുക്ക് ഇറാഖിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാൻ വലിയ ഉണർവ് കർത്താവ് ആ ദേശത്തിന് മേൽ അയക്കട്ടെ. ഈ സമയത്ത് നമ്മൾ സ്തോത്രം ഇസ്രായേലിന് വേണ്ടി നമ്മൾ കലമുയർത്തുന്നു പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. 84 ലക്ഷത്തിലധികം ആൾക്കാർ ഉള്ള സ്ഥലമാണ് ഇസ്രായേൽ. നമുക്ക് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെയും 30,000-ലധികം ആൾക്കാർക്ക് കോവിഡ് വന്നിട്ടുണ്ട്.
300 ചില്ലുവാനും ആൾക്കാർ, 330 ആൾക്കാർ ഒഫീഷ്യൽ കണക്കനുസരിച്ച് അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയും 0.64% മാത്രമാണ് റീച്ച്ഡ് ആയിട്ടുള്ള ജനങ്ങളുള്ളത്. നമുക്ക് ഒന്ന് കരമുയർത്തി ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെയുള്ള യഹൂദ ജനങ്ങൾ വിടുവിക്കപ്പെടുവാൻ, സ്തോത്രം, കർത്താവിന്റെ സ്നേഹത്തെ, സുവിശേഷത്തിന്റെ സത്യത്തെ അറിയുവാൻ ഇന്ന് രാത്രിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്തിന് ഒരു വലിയ ഉണർവുണ്ടാകാൻ ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. ഒരുമിച്ച് ഒരേ ആത്മാവിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ. തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിന്റെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് അയക്കും. ഈ രാജ്യങ്ങളെ കർത്താവ് സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ബഹ്റിനിൽ നിന്ന് ദേവദാസൻ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കർത്താവിദാസൻ റോണി പാസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. അവസാന ചില വാക്കുകൾ പറഞ്ഞ് ദേവദാസൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അതുവരെയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കും. ഇപ്പോൾ ബഹ്റിനിലെ കാര്യം ചുരുക്കം വാക്കുകളിൽ കർത്താവിദാസൻ സംസാരിക്കുന്നതായിരിക്കും. ബഹ്റിന് വേണ്ടി കർത്താവിദാസൻ PG വർഗീസ് ബഹ്റിന് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം നമുക്ക് സൗദിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ. വേഗത്തിൽ കർത്താവിദാസൻ ഇപ്പോൾ ബഹ്റിന്റെ കാര്യം ഒന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. സ്തോത്രം. പാസ്റ്റർ അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല പാസ്റ്റർ. Praise the Lord. ഓക്കെ, ഈ സമയത്ത് നമുക്ക് ദേവദാസൻ എന്തോ ഇത് വന്നിട്ടുണ്ടോ? ഈ സമയത്ത് പ്രിയ സൈമൺ ജാൻ സൗദിയെ കുറിച്ച് ചുരുക്കം വാക്കുകൾ ഒന്ന് പറയും. നമുക്ക് സൗദിക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. സൈമൺ ജാൻ ഇപ്പോൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സൗദിയെ കുറിച്ച് ഒന്ന് പറയാം. മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമില് മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഏവർക്കും കടന്നു വരുവാൻ കഴിഞ്ഞതിലും അതിന്റെ ഒരു ഭാഗമാകുവാൻ സൗദി അറേബ്യയിൽ നിന്ന് എനിക്ക് സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്നു. അതിന് അവസരം നൽകിയ എന്റെ പ്രിയ സുഹൃത്ത്, പ്രിയ പാസ്റ്റർ ജിബു പാസ്റ്ററോടുള്ള നന്ദി സ്നേഹവും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളോട് ഞാൻ ദൈവനാമത്തിലുള്ള നന്ദിയും പ്രത്യേകം കരയിട്ടു. മറ്റ് മിഡിൽ ഈസ്റ്റിനെ പോലെ അല്ല സൗദി അറേബ്യ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ള കൺട്രിയാണ് സുവിശേഷത്തിന് വേണ്ടി. മറ്റ് മിഡിൽ ഈസ്റ്റിനെക്കാട്ടിൽ വളരെ വിസ്തൃതമായ രാജ്യമായതുകൊണ്ട് ഇവിടെ വളരെയധികം കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏതാണ്ട് ഇന്നത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ടോട്ടൽ കേസ് 2 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ട്. അതിൽ ഏതാണ്ട് 1,40,000 പേരോളം റിക്കവറി ആയിട്ടുണ്ട്. ടോട്ടൽ മോർട്ടാലിറ്റി ഏതാണ്ട് 2000-ഓട് അടുക്കുന്നു. 1916 പേരാണ് ഇന്നത്തെ ആസ് ഓൺ ടുഡേ അറിഞ്ഞിരിക്കുന്നത്. എന്നാൽ നമുക്ക് അറിയേണ്ട വിഷയം, ഇതിലൊക്കെയും നമ്മളെ കരുതുന്ന ഒരു ദൈവം, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിക്ക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനും ഇല്ല എന്ന് നിങ്ങൾ അറിയും. ആ ഒരു വലിയ ശക്തിയാണ് ഇവിടെ ഈ പല പ്രയാസങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും ദൈവമക്കളായ ഞങ്ങളെ ഒക്കെയും പിടിച്ചു നിർത്തുന്നത്. അനേക ജോലി നഷ്ടപ്പെട്ടു, അനേകം കമ്പനികളെ പൂട്ടി, ഒത്തിരി കൺസ്ട്രക്ഷൻ കമ്പനികളൊക്കെയും ആ ജോലി ഇല്ലാതെ ഭാരപ്പെടുന്നു, ശമ്പളങ്ങളെ കുറയ്ക്കുന്നു. ഇതിന്റെയൊക്കെ നടുവിൽ ജീവന്റെ വചനമാണ് അവരെയൊക്കെയും ജീവിപ്പിക്കുന്നത്. അനേകരെ എന്റെ സുഹൃത്തുക്കളായിട്ട് ഒത്തിരി ഉള്ള ആൾക്കാർ ഹോസ്പിറ്റലിലായിരിക്കുന്നു, പലരും മരണം വഴിയായിട്ടൊക്കെയും വിട്ടുപോകുന്നു. ഇവർക്കൊക്കെയും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഈ രാജ്യത്ത് വലിയൊരു ഉണർവുണ്ടാവുവാൻ, കർത്താവിനെ അറിയുന്ന ഒരു ജനക്കൂട്ടം ഈ ഒരു കോവിഡിന്റെ ഈ പശ്ചാത്തലം കഴിയുമ്പോൾ ദൈവത്തെ യഥാർത്ഥമായിട്ട് വിളിച്ചുണരുന്ന ഒരു വലിയൊരു ജനത പുറപ്പെട്ടു വരുവാൻ തക്കവണ്ണം സൗദി അറേബ്യയിൽ വലിയൊരു റിവൈവൽ ഉണ്ടാകുവാൻ. നമുക്ക് ആരാധന സ്വാതന്ത്ര്യം ഇവിടെ വളരെ കുറവാണ്. ഉള്ള ആരാധനയൊക്കെയും ദൈവത്താൽ അധിഷ്ഠിതമായിട്ട് വളരെ ശക്തിയോടുകൂടി വലിയ ദൈവദാസന്മാർ പുറപ്പെട്ടു വരുവാൻ തക്കവണ്ണം
ഈ രാജ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഈ ഹോസ്പിറ്റലായിരിക്കുന്നവരെ, ജോലിയില്ലാത്തവരെ, ശമ്പളമില്ലാത്തവരെ ഒക്കെ, ധൈര്യം നഷ്ടപ്പെട്ട് വളരെ എന്താ പറയുക നെഗറ്റീവിലൊക്കെ പോകുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. ഹലോ, ബഹറിൽ നിന്ന് ദേവദാസൻ ഉണ്ടോ? ബഹറിൽ നിന്ന് കോശി എബ്രഹാം പാസ്റ്റർ ഉണ്ടോ? ഇടയ്ക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടെക്നിക്ക് ചിലപ്പോൾ അറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം. കോശിച്ച മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, നമുക്ക് ബഹറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏകദേശം 16 ലക്ഷത്തിലധികം ജനങ്ങൾ ബഹറിനിലുണ്ട്. അവിടെയുള്ള സഭകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. 30,000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബഹറിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെയുള്ള സഭകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സൈമൻ ഓർപ്പിച്ചതുപോലെ സൗദിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം. 3 കോടിയിലധികം ജനങ്ങൾ സൗദിയിലുണ്ട്. സ്തോത്രം. നമുക്ക് സൗദിക്ക് വേണ്ടി ശക്തമായിട്ട് ഇന്ന് ഈ സമയത്ത് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. വലിയ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ ദാസന്മാർ പലരും നമ്മോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഈ സമയത്ത് ഈ സൗദിക്ക് വേണ്ടി, ബഹറിന് വേണ്ടിയും നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സാമ്പള്ളം പാസ്റ്റർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? സ്തോത്രം. ഈ 2 രാജ്യങ്ങൾക്ക് വേണ്ടി, സൗദിക്ക് വേണ്ടി, ബഹറിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ആ ദേശത്തിന് വേണ്ടി ഒരു വലിയ വിടുതലായി തീരുവാൻ എല്ലാവരും ചേർന്ന് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും നമ്മളെ പല കാര്യങ്ങളും ഈ സമയത്ത് നമുക്ക് സൗദിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അവിടെ ഒത്തിരി പേര് കർത്താവിനെ അറിയാനുണ്ട്. സ്തോത്രം. അവിടെയുള്ള ദൈവസഭകൾ, ജോലി നഷ്ടപ്പെട്ടവർ, ആമേൻ, എല്ലാം ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു വലിയ ഉണർവ് ഈ 2 രാജ്യത്ത് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സാംബാസ് ഇപ്പോൾ ഈ പണിമുട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. ഹലോ, ഹലോ, ഇത് കാണണ്ടേ ഫോട്ടോ? ജിബി പാസ്റ്റർ, ജോബി പാസ്റ്റർ സംസാരിക്കുന്നുണ്ട്. കോശിച്ചാൻ ബഹറിൽ നിന്ന്. കോശിച്ച സംസാരിച്ചോ? ഹലോ, പറഞ്ഞോ. ബഹറിനിലെ കാര്യങ്ങളൊന്ന് പറഞ്ഞോ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. ഫോണിന്റെ ചില പ്രശ്നം കാരണമാണ് സംസാരിക്കാൻ പറ്റാതിരുന്നത്. ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജലാൽ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ കാരണമാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോടൊന്നിച്ച് ലൈവിൽ വരുവാൻ സാധിച്ചത്. നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി. ഇന്ന് നമ്മൾ വചനം കേട്ടതുപോലെ അന്യോന്യം പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം ഉത്തരം അരുളുന്നത്, നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്, നമ്മളെ സുവിശേഷത്തിന് വാതിൽ തുറന്നു തരുന്നത്. ഇതൊക്കെയും നമ്മുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. ബഹറിന്റെ പ്രദേശത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ മറ്റ് ഗൾഫ് രാജ്യത്തെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ്. എങ്കിലും ഇപ്പോൾ കുറച്ച് കൂടി വരുന്നു. COVID-19 പ്രശ്നമുണ്ട് എല്ലാവർക്കും. എൻ്റെ അറിയുന്ന ഒത്തിരി പ്രിയപ്പെട്ടവര് ഭാരതത്തിലായിരിക്കുന്നു. എന്നാൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നല്ലൊരു കൂട്ടം ഇവിടെ ഉണ്ട്. അവരുടെ പ്രാർത്ഥനയാണ് ഈ ദേശത്തെ ബലത്തോടെ നിർത്തുന്നത്. ഇവിടുത്തെ സഭകളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാധന നടക്കുന്നില്ല എങ്കിലും ഞങ്ങൾക്കൊക്കെയും വീടുകളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കുന്നു. പിന്നെ സൂം ഉണ്ട്, എല്ലാ ചർച്ചുകാരും സൂം ഉള്ളതുകൊണ്ട് ആരാധനകളൊക്കെയും ഓരോ ദിവസങ്ങളും നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ വിടുതലിന് കാരണമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ പിന്നെയും ചോദിക്കുന്നു. പ്രത്യേകം ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കൊക്കെ നല്ല സഹായം ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് 3 മാസമൊക്കെ ഇലക്ട്രിസിറ്റി വാട്ടറും ഒക്കെയും ഫ്രീ ആയിട്ട് തന്നു. മറ്റ് ആനുകൂല്യങ്ങളൊക്കെയും അവർ തരുന്നുണ്ട്. ഇവിടുത്തെ ഭരണാധികാരികളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ദേശക്കാർക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല.
അതുപോലെ ഇവിടെ സഭകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ഓർപ്പിച്ചതുപോലെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു കൂടിവരവ്, ഒരു ആരാധന, അത് ഏറ്റവും അത്യാവശ്യമാണ്. പാസ്റ്റർമാർ തമ്മിലുള്ള ഹല്ലേലൂയ സഹകരണമാണ് ഏറ്റവും വലിയത്. വിടുതൽ കാണണം. അന്യോന്യം പ്രാർത്ഥിക്കുവാൻ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകം ചില പാസ്റ്റർമാരൊക്കെ വിട്ടുനിൽക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്, പാരമ്പര്യമൊക്കെയും പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല. ബഹറിൽ പ്രത്യേകിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റു സഹായങ്ങളൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെയും ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് അത് നല്ല അനുഗ്രഹമാണ്. അത് തുടർന്നും ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി ദേവദാസന്മാരൊക്കെയും മുൻപോട്ട് ഇറങ്ങി വരണം. ഇത്രയാണ് എനിക്ക് ബഹറിനെ പറ്റി പറയാനുള്ളത്. ഇവിടെ ഭാരപ്പെടുന്ന അനേകരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, എന്നാലും ഒത്തിരി ആശ്വാസം ഇവിടെ ഉണ്ട്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയും ഭാരപ്പെടുന്നുണ്ട് എല്ലാവരും. അവരൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓർപ്പിച്ചുള്ള ഈജിപ്ത്, ഇറാഖ്, ഇറാന്, ഇസ്രായേൽ, എല്ലാ രാജ്യങ്ങളെയും നമുക്ക് പിന്നെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവ മക്കളുടെ പ്രാർത്ഥന ഇതിനൊക്കെയും കോട്ടയാണ്, യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതുപോലെ അവനെ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും തീർച്ചയായിട്ടും. ഹല്ലേലൂയ. ആമീൻ. നമുക്ക് വേണ്ടി വാദിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമീൻ. നമ്മൾ പറയേണ്ടടുത്ത് പറയുവാൻ ആമീൻ ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം കേൾക്കുവാനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓക്കെ പാസ്റ്ററെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ഈ രണ്ട് രാജ്യങ്ങളെ ഓർത്ത്, പ്രിയ സൈമൺ ചാൻ പറഞ്ഞ സൗദിയുടെ വിഷയത്തെ ഓർത്തും ബഹ്റിന്റെ കാര്യത്തെ ഓർത്തും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം വലിയൊരു ഉണർവ് കൊടുക്കാൻ, ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള ദൈവ പദ്ധതിയിലേക്ക് കർത്താവ് ദൈവജനത്തെ നടത്തുവാൻ കർത്താവ് ഇടയാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്തിന് ഒരു അനുഗ്രഹമാകട്ടെ. നമ്മളിപ്പോൾ ഒരുമിച്ച് ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ബഹ്റിന് വേണ്ടി, സൗദിക്ക് വേണ്ടി ഒന്ന് കാര്യം നിർത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സാംബാസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ദേശങ്ങൾക്കും കാലങ്ങൾക്കും എല്ലാം അതീതനായി സർവ്വവ്യാപിയായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങൾ ഇന്ന് ഹല്ലേലൂയ ഈ ഇരു രാജ്യങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവനേക രാജ്യങ്ങൾക്ക് വേണ്ടി ഇടിയൊന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണമായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് അവിടുത്തെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇപ്രകാരം മനോഹരമായ ഒരു അവസ്ഥ സഹോദരന്മാർ ഒത്തൊരുമിച്ച് കർത്താവെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ഇടിവിൽ നിന്ന് ഹല്ലേലൂയ അനേക രാജ്യങ്ങൾക്ക് വേണ്ടി അവകാശത്തോടുകൂടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണമായി സ്വർഗം ഞങ്ങളെ സഹായിച്ച് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, വിശേഷ സൗദിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ സുവിശേഷ വ്യാപ്തിക്ക് തടസ്സമായി കർത്താവെ വലിയ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ രാജ്യത്ത് ദൈവമേ ദൈവ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ഞങ്ങൾ ജയമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ കർത്താവെ, അവിടെ ഒരു ഓപ്പണായ ആരാധനകൾ നടക്കുവാൻ തക്കവണ്ണമായി സ്വർഗം ഹല്ലേലൂയ അവിടുന്ന് ഇടയാക്കണമേ. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ കർത്താവെ. അവിടെ ആയിരിക്കുന്ന ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കുന്ന ദൈവ ജനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവെ ഹല്ലേലൂയ COVID-19 ഹല്ലേലൂയ കർത്താവെ ആ പിടിയിൽ അമർന്ന് കർത്താവെ രോഗികളായി കഴിയുന്ന അനേകരുണ്ടല്ലോ, അവരെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ മരണത്തിന്റെ വേർപാടിൽ കർത്താവെ ഹല്ലേലൂയ ദുഃഖം അനുഭവിക്കുന്ന അനേകരുണ്ടല്ലോ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയവർ, കുടുംബത്ത് ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ നിത്യ നിരാശയോടെ ആയിരിക്കുന്നവരുണ്ട്. എന്നാൽ അവർ പ്രത്യാശയോടെ കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാം എന്നൊരു വിശ്വാസത്തോടെ നാളുകളിൽ പ്രാർത്ഥിക്കുകയും പ്രത്യാശയോടെ ജീവിപ്പാനും ആവശ്യമായ സ്വർഗീയ കൃപ അവിടെ തന്നാട്ട കർത്താവെ. അതിന്റെ ഭരണാധികാരികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ ഹല്ലേലൂയ അവരെ കർത്താവെ അവരുടെ ഹൃദയത്തിനൊക്കെ വലിയൊരു മാറ്റം അവിടുന്ന് കൊടുക്കണമേ കർത്താവെ. ദൈവികമായ സന്ദർശനം ഹല്ലേലൂയ കർത്താവെ അവരുടെ ഇടയിൽ ഉണ്ടാകട്ടെ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം ഒരു വിടുതൽ ഹല്ലേലൂയ ഈ നാളുകളിൽ സംഭവിക്കുവാൻ തക്കവണ്ണമായി സ്വർഗം സഹായിക്കണമേ കർത്താവെ. ദൈവമേ ഹല്ലേലൂയ
ദൈവമേ രോഗത്തിന്റെ പിടിയിലായവരെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധ സംഘടനകളെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ബഹറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശേഷാൽ ദേവദാസൻ പറഞ്ഞതുപോലെ അവിടുത്തെ ഭരണാധികാരികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനത്തിന് കർത്താവെ ആശ്വാസം പകരുവാൻ അവരോട് മനസ്സിലിവ് കാണിക്കുന്ന ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, അവരെ അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ. ദൈവമേ, അവിടെ ആയിരിക്കുന്ന ദേവദാസന്മാരെ, ചർച്ചുകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കുന്ന വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസങ്ങൾ കർത്താവെ സഭയുടെ ഹല്ലേലൂയ അതിർവരമ്പുകളെയൊക്കെ മാറ്റി കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധി സന്തോഷിപ്പാൻ തക്കവണ്ണമായി സ്വർഗം സഹായിക്കണമേ. കർത്താവെ, ഈ രണ്ട് രാജ്യങ്ങളെയും കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയയുടെ പുതിയ ഓപ്പണിങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ, പുതിയ ആത്മീയ ഉണർവുണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ രാജ്യത്തിന് മേൽ ചെയ്യട്ടെ. സ്തോത്രം. തുടർന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി കർത്താവിന്റെ ദാസന്മാർ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്ന കർത്താവ് സോണി പാസ്റ്റർ ആലിയിൽ നിന്ന് ജോയിൻ ചെയ്തായിരുന്നു. ദേവദാസനായ സ്തോത്രം. ഇന്ന് വന്ന എല്ലാ ദേവദാസന്മാരോടുള്ള നന്ദിയെ പ്രത്യേകിച്ച് അറിയിക്കുന്നു. ഒരുപാട് പേര് പേരെടുത്ത് പറഞ്ഞാൽ സമയം പോകുന്നതുകൊണ്ട് എന്റെ പരിമിതി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുവൈറ്റിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ 1-2 രാജ്യങ്ങളുടെ പേര് പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. അതിനുശേഷം കർത്താവിന്റെ ദാസൻ റോണി പാസ്റ്റർ ഞങ്ങളെ പ്രത്യേകിച്ച് എനിക്ക് ഈ പ്രാർത്ഥന സംബന്ധിച്ചുള്ള ഒരുപാട് ദർശനങ്ങൾ കർത്താവ് നൽകുവാൻ ദൈവം ഉപയോഗിച്ച കർത്താവിന്റെ ദാസനാണ് പ്രിയ റോണി പാസ്റ്റർ. ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. ദൈവദാസൻ അല്പം 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. നമുക്ക് അതിനു മുമ്പായിട്ട് ജോർദാൻ 1-2 രാജ്യങ്ങളുടെ പേര് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് സമയക്കുറവ് മൂലം. ജോർദാനിൽ 1 കോടിയിലധികം ആൾക്കാരുണ്ട് അവിടെ. പക്ഷെ കോവിഡിന്റെ എഫക്ട് അവിടെ വളരെ കുറവാണ്. നമുക്ക് ജോർദാനിന് വേണ്ടി പ്രാർത്ഥിക്കാം. 1500-ലധികം ആൾക്കാർ ഇപ്പോൾ കോവിഡ് മൂലം ഭാരപ്പെടുന്നുണ്ട്. മറിച്ച് അത് മാത്രമല്ല, നമ്മൾ അവിടെയുള്ള ഒരു വലിയ ഉണർവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ച് ആൾക്കാർ മാത്രമാണ് 20.27% ആൾക്കാരെയാണ് അവിടെ റീച്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ അവിടെ വലിയ ദൈവപ്രവൃത്തികൾ കർത്താവ് അവിടെ രാജ്യത്തിന്റെ മേൽ പുനർവായിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുവൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. 42 ലക്ഷം അധികം ആൾക്കാർ കുവൈറ്റിലുണ്ട്. കുവൈറ്റിന്റെ ഉണർവിന് വേണ്ടി, കുവൈറ്റിലെ ജനങ്ങളുടെ വിടുതലിന് വേണ്ടി ഇവിടെ കോവിഡ് മുഖാന്തരം ഇന്നും ഒരു മലയാളി റോയ് ചെറിയാൻ എന്നുള്ളൊരു ഇവിടെ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം കർത്തൃസംഘത്തിൽ ചേർക്കപ്പെടുവാനിടയായി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ രാജ്യം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ കുവൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തും. ലെബനോണിന് വേണ്ടി നമുക്കൊന്ന് സ്വാതന്ത്ര്യം ചെയ്യാം. 67 ലക്ഷം അധികം ആൾക്കാർ ലെബനോനിലുണ്ട്. 0.71% മാത്രമാണ് റീച്ച് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ദൈവം ഈ ദിവസങ്ങളില് ലെബനോന്റെ മേൽ വലിയ ദൈവപ്രവൃത്തി അയക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ കോവിഡ് മുഖാന്തരം ഭാരപ്പെടുന്ന ജനങ്ങൾക്ക് ഒരു വിടുതലായി തീരട്ടെ. ലിബിയയ്ക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. 67 ലക്ഷം അധികം ആൾക്കാർ ലിബിയയിലുണ്ട്. ലിബിയയിലുള്ള പ്രതിസന്ധികളൊക്കെ നമുക്കറിയാം. ഒരുപാട് മലയാളികളുള്ള സ്ഥലമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ ആ രാജ്യം ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. പാലസ്തീനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 49 ലക്ഷം അധികം ആൾക്കാർ പാലസ്തീനിലുണ്ട്. അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സിറിയയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സിറിയയിൽ വലിയൊരു ആത്മീയ ഉണർവ് ഉണ്ടാകുവാൻ അവിടെ ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് സിറിയയെ കുറിച്ച് അറിയാം. അവിടെ സിറിയയിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ടർക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 8 കോടിയിലധികം ആളുകൾ ടർക്കിയിലുണ്ട്. ഒരു വലിയ ഉണർവ് ടർക്കിയിൽ വെളിപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ 2 ലക്ഷത്തിലധികം ആൾക്കാര് കോവിഡ് മുഖാന്തരം ഭാരപ്പെടുന്നുണ്ട്. ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ ഇടയാകട്ടെ. യമന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 2.89 ലക്ഷം അധികം ആൾക്കാർ യമനിലുണ്ട്. അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകാൻ. യമനിന്റെ അവസ്ഥയെ നമുക്കറിയാം. അവിടെ ഒരുപാട് മലയാളികളൊക്കെ താമസ സ്ഥലമാണ്. ഇപ്പോൾ അവിടെ അതിനുള്ള സാഹചര്യമില്ല. ആ ദേശത്തൊക്കെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിൽ കേരളത്തിൽ നിന്ന് നമ്മൾ ദൈവം കൊണ്ടുവന്നെങ്കിൽ ഒരു വലിയ ദൈവപ്രവൃത്തി, ഒരു വലിയ ഉണർവ് ഈ ദേശങ്ങളിൽ ഉണ്ടാകണം. സ്തോത്രം. കാര്യം ഇത് കർത്താവിന്റെ വകയായിട്ടുള്ള ദേശമായിരുന്നു. ആമേൻ. എന്നാൽ അപ്പോസ്തലന്മാരുടെ അനേക ദൈവദാസന്മാരുടെ ആമേൻ കാൽച്ചുകൾ പതിഞ്ഞ ദേശമാണ് മിഡിൽ ഈസ്റ്റ്. അത് കർത്താവിന്റെ വരവിന് മുമ്പ് ഈ ദേശം ഉണർത്തപ്പെടണം. അത് ലോക രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി മാറണം. ഈ ദേശത്തിലെ ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യ വെളിപ്പാടിൽ പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ. അതിനുവേണ്ടി അവസാനമായിട്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് പറയാനുള്ളത്, ദൈവസഭകൾ
ഇപ്പോഴത്തെ ആ ലക്ഷ്യം വിട്ടിട്ട് യഥാർത്ഥമായ ദൈവരാജ്യ ഹൃദയത്തിലേക്ക് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള ദൈവഹൃദയത്തിനകത്തെ ദൈവ സഭയുടെ പദ്ധതികൾ എല്ലാ ദൈവസഭകളിലൂടെയും ഒന്ന് വെളിപ്പെട്ടാൽ തീർച്ചയായിട്ടും രക്തസ്രാവക്കാരി ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ സൗഖ്യം വ്യാപിച്ചതുപോലെ സഭയ്ക്കകത്തുനിന്ന് ഒരു വലിയ വിടുതല് ദേശങ്ങളിൽ വ്യാപരിക്കും. ഈ കൊറോണയുടെ മേൽ സഭയ്ക്ക് അധികാരമുണ്ട്. ദൈവം സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിരിക്കുകയാണ്. പുത്രന്മാരായി വാഴുവാൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. നീതിയും സമാധാനത്തിലും ദൈവരാജ്യം സംബന്ധിച്ച് നമുക്ക് ഇവിടുന്ന് വാഴണം. നമ്മുടെ അകത്തിരിക്കുന്ന മുമ്പേ ദേവദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ അകത്തിരിക്കുന്ന ട്രഡീഷനും നമ്മൾ വന്ന നിലവാരങ്ങൾ എല്ലാം ഒന്ന് മാറിയിട്ട് അക്ഷരത്തിലല്ല ആത്മാവിന്റെ പുതുക്കം, ജീവന്റെ പുതുക്കം, ആ പുതിയ ഉടമ്പടിയുടെ മുഴുവൻ മഹത്വവും ദൈവസഭയ്ക്കകത്തു നിന്ന് വെളിപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ നീതിയുടെ ശുശ്രൂഷകന്മാരായി കർത്താവ് ദൈവസഭയെ ഉണർത്തട്ടെ. ലോകരാജ്യങ്ങൾക്ക് കർത്താവ് നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ ചുമന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 പറഞ്ഞതുപോലെ കർത്താവ് ആമേൻ ഏറ്റെടുത്തത് ആമേൻ കർത്താവ് സഭയ്ക്ക് തന്നിരിക്കുന്നത് ആ ശരീരമാകുന്ന സഭയ്ക്കകത്തുനിന്ന് ആമേൻ തലയാകുന്ന ക്രിസ്തുവിൽ നിന്ന് ശരീരമാകുന്ന സഭയിലേക്ക് ഈ ദിവസങ്ങളിൽ വളരെ ആമേൻ നമ്മൾ ഇന്ന് കേട്ട സന്ദേശം പോലെ പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതലുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പക്ഷെങ്കിൽ അത് ഒന്നിക്കാതിരിക്കുവാൻ കഴിയുന്ന എല്ലാ തടസ്സങ്ങളും ഈ ദിവസങ്ങളിൽ ഒന്ന് മാറിയിട്ട് കഥാദാസ് നിംസഭാസ് പറഞ്ഞതുപോലെ ഒരുമിച്ച് കൂടാനുള്ള എല്ലാ തടസ്സങ്ങളും ഒന്ന് മാറിയിട്ട് ദേവദാസന്മാർ പ്രാർത്ഥനയിൽ ഒന്നിക്കാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ ദേശങ്ങളുടെ മേൽ വലിയ അനുഗ്രഹമാകട്ടെ. തുടർന്ന് കഥാദാസ് റോണി പാസ്റ്റർ അല്പസമയങ്ങള് ദേവദാസൻ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയും ആശീർവാദം പറയുകയും ചെയ്യും. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. സുശീല സാറിനോടുള്ള പ്രത്യേകിച്ചുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവരും വളരെ എൻകറേജ് തന്ന് കൂടെ നിന്ന് കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം അൺറീച്ച്ഡ് ആയിട്ടുള്ള ഈ മിഡിൽ ഈസ്റ്റിലെ സ്ഥലങ്ങളെല്ലാം പോയി ശുശ്രൂഷിക്കുകയും അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് അത് നമുക്ക് ഈ ഓൺലൈനിലൂടെ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്യാത്തതെങ്കിലും വളരെ ശക്തമായിട്ട് ശുശ്രൂഷിക്കുന്ന ദേവദാസനായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദേവദാസനെ ക്ഷണിച്ചത്. ചർച്ചിലെ പാസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ കുവൈറ്റിലുള്ള പല പാസ്റ്റേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തു. പല രാജ്യങ്ങളിൽ നിന്ന് ദേവദാസന്മാർ ദൈവമക്കൾ ജോയിൻ ചെയ്ത് എല്ലാവരോടുള്ള നന്ദി അറിയിക്കത്തോടുള്ള സമയങ്ങളില് റോണി പാസ്റ്റർ തുടർന്നുള്ള സമയങ്ങള് ലീഡ് ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ദേവദാസനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ തന്ന വലിയ സമയത്തിനായി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റ് പോയി പ്രാർത്ഥിക്കാൻ ദൈവം കൃപ ചെയ്തു. ഒരു ഹോട്ടലില്ല, ചായ കുടിക്കാൻ കടയില്ല, വിശ്വാസികളുടെ വീട്ടിൽ ഓപ്പണിംഗ് ഇല്ല. എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ കർത്താവ് വലിയ അത്ഭുതകരമായിട്ട് 14 ഡിസ്ട്രിക്റ്റിൽ പ്രാർത്ഥിക്കാൻ ദൈവം കൃപ ചെയ്തു. ഇപ്പോൾ പാലക്കാടാണ്. നാളെ ഞങ്ങളെ കുറച്ച് പേര് പാലക്കാടുള്ള എല്ലാ താലൂക്കുകളും പോയി പ്രാർത്ഥിക്കുന്നു. വേറൊന്നുമല്ല, എന്റെ നാമം വിളിക്കപ്പെടുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്താം, എന്റെ മുഖം അന്വേഷിക്കാം. എന്താണ് എന്റെ മുഖം അന്വേഷിക്കുക? എനിക്ക് കർത്താവ് 5 മക്കളെ തന്നിട്ടുണ്ട്. എന്റെ മക്കൾക്ക് എല്ലാവർക്കും എന്റെ മൂഡ് അറിയാം. എന്റെ പപ്പ ഹാപ്പി ആണോ, പപ്പ മൂഡ് ഓഫ് ആണോ, എന്റെ പൾസ് അറിയാം എന്റെ മക്കൾക്ക്. ഈ തലമുറയിലെ ദൈവസഭ ദൈവത്തിന്റെ പൾസ് അറിയണം. ദൈവത്തിന്റെ പൾസ് അറിയുന്ന ഒരു തലമുറയാണ് കർത്താവ് കൊതിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ സൗദിയിലും ബഹ്റൈനിലും കുവൈറ്റിലും ഖത്തറിലും UAE-യിലുള്ള എല്ലാ ദൈവദാസന്മാർ നമ്മളെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് ഒന്ന് അപ്പാന്ന് വിളിക്കാം. ശൗല് തന്റെ സൈന്യവും ഒരു ഗോലിയാത്തിന് മുന്നിൽ പേടിച്ചു നിൽക്കുമ്പോൾ ദാവീദിന് സീസൺ ആയിരുന്നു. കൊറോണ വൈറസ് എന്ന ഗോലിയാത്ത് ദൈവസഭയ്ക്ക് ഭീഷണിയല്ല, ദൈവസഭയ്ക്ക് സീസണാണ്. ഇന്ന് രാത്രി കൊറോണ വൈറസിനെ നമ്മൾ അധികം പറയേണ്ട ആവശ്യമില്ല. കൊറോണ വൈറസ് വരാൻ പോകുന്ന റിവൈവലിന്റെ പതിപ്പാണ്. ഇതുപോലത്തെ ഒരു ഉണർവാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആരാണ് ഈ ദിവസങ്ങളിൽ അപ്പാ എന്ന് വിളിക്കാൻ തയ്യാറാകുമോ? അപ്പാ വരാൻ പോകുന്ന കർത്താവിന്റെ ഭാവിക്ക് വേണ്ടി ഇതെനിക്കൊരു സീസൺ ആക്കണം എന്ന് പറയാൻ തുടങ്ങുന്നത് അവരുടെ മേൽ ദൈവം വലിയ പകർച്ചകളായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെളിപ്പാട് എന്നോട് പറഞ്ഞു, സെന്റ് തോമസിന് ഞാൻ കേരളത്തിലേക്ക് അയച്ചു. ഐ ഹാവ് എക്സ്ട്രാ ഫേവർ ടുവേർഡ്സ് കേരള. സെന്റ് തോമസ് ആത്മാവിൽ വെട്ടിയ വഴിയുണ്ട്. ആ വഴിയുടെ ആത്മതലത്തിലേക്ക് കയറി വരുവാൻ
അഭിഷക്തന്മാർ കേരളത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ആത്മീയ ഭൂപടത്തെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അപ്പാ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച പാപങ്ങളിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മത മനോഭാവങ്ങൾ, നമ്മുടെ വർഗീയ മനോഭാവങ്ങൾ, അഭിഷേകം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ കാപട്യതകൾ, നമ്മുടെ ദ്രവ്യാഗ്രഹങ്ങൾ, നമ്മുടെ വസ്തുമോഹങ്ങൾ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി മാത്രം കരുതുന്ന കാപട്യ ആത്മീയതകൾ, ഇതെല്ലാം നമ്മെ വിട്ടു പോകുവാൻ ഖത്തറിലും കുവൈറ്റിലും അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളുള്ള വിശ്വാസികളുടെ പാപത്തെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച പാപത്തെ ഏറ്റെടുക്കാം നമുക്ക്. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തുതിക്കുന്ന പിതാവേ, ഞങ്ങൾ മലയാളി സമൂഹം ഒരുമിച്ച് പുത്രന്റെ നാമത്തിൽ കൃപാസനത്തിൽ കടന്നു വരുന്നു. നീ ഞങ്ങളുടെ ഉള്ളിലുണ്ട്, നീ ഞങ്ങളുടെ സ്വർഗസ്ഥലങ്ങളിൽ ആക്കി വെച്ചു കർത്താവെ. കർത്താവ് കൃപാമഹത്വന്റെ പുകഴ്ചയ്ക്കായിട്ട് ഞങ്ങൾക്ക് തരേണ്ടതെല്ലാം തന്നിട്ട് നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്ന്, ആത്മാവിന്റെ കൂടെ നടക്കാൻ കഴിയാതെ ഞങ്ങൾ ആത്മാവിനെ ഉപയോഗിച്ച് ഞങ്ങൾ വീട് വെച്ചു, ഞങ്ങൾ ഞങ്ങൾ കർത്താവ് മണ്ണിൽ വസ്തു വാങ്ങിച്ചു കൂട്ടി, ഞങ്ങൾ ആത്മീയ മർമ്മങ്ങൾ പറഞ്ഞിട്ട് കാപട്യത കാണിച്ചു പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പാ. ഈ കൊറോണ വൈറസ് ഞങ്ങൾ അങ്ങയുടെ മുഖം നോക്കുവാൻ പഠിപ്പിക്കണമേ, അവരുടെ ഇഷ്ടം തിരിച്ചറിയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അപ്പാ. ഞങ്ങൾ ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ അകത്ത് വർഗീയതകൾ ഉണ്ടപ്പാ, ഞങ്ങളുടെ അകത്ത് കാപട്യതകൾ ഉണ്ടപ്പാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം പണിയണമെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭ വലുതാക്കണമെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ശുശ്രൂഷ വലുതാക്കണമെന്നൊക്കെ ഞങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉണ്ട് കർത്താവേ. ഞങ്ങളോട് ക്ഷമിച്ചാട്ടെ കർത്താവ്. ഈ ഒരു എപ്പിഡമിക്കിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരണമപ്പാ. ഒരു ഡേവിഡിക് ജനറേഷന്, ദൈവത്തിന്റെ പുതിയ ലിപി അറിയുന്ന ഒരു ജനറേഷൻ എഴുന്നേൽപ്പിക്കണേപ്പാ. ഖത്തർ എഴുന്നേൽപ്പിക്കണമേപ്പാ. അപ്പോൾ കർത്താവെ, സൗദി അറേബ്യ എഴുന്നേൽപ്പിക്കണമേ. MBS വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ തൊട്ടാട്ടെ. എമിറേറ്റ്സ് ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. കർത്താവ് ബഹ്റൈൻ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. കുവൈറ്റ് ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നപ്പാ. ദൈവസഭയ്ക്ക് ഒരു സീസൺ ഉള്ളപ്പാ. ഏഷ്യൻ കമ്മ്യൂണിറ്റിയുള്ള എല്ലാ സഭകൾക്കും അറബ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് എന്തറിയത്തക്ക നിലവാരത്തിൽ ഒരു ഹെവൻലി ഓപ്പണിംഗ്, സൂപ്പർ നാച്ചുറൽ വഴികൾ തുറക്കപ്പെടുമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു പിതാവേ. അങ്ങനെ ഹിതപ്രകാരം അങ്ങനെ സമയാനുസരണത്തിൽ നിൽക്കേണ്ടവരുടെ ജീവൻ അങ്ങ് മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു അപ്പാ. ഞങ്ങൾ വെറും പ്രാർത്ഥന നാടകങ്ങളാക്കാതെ പ്രാർത്ഥന ജീവനാകുവാൻ, പ്രാർത്ഥന ശ്വാസമാകുവാൻ ഞങ്ങളോട് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി താഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തോടും കടന്ന എല്ലാ കുടുംബങ്ങളോടും ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ ജി. താങ്ക് യു റോണി പാസ്റ്റർ. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഇനിയും പ്രാർത്ഥനയിൽ ഒരുമിച്ച് ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പണ്ണ ലൈഫ് ചർച്ചയോടുള്ള എല്ലാ സഹോദരങ്ങളോടും നന്ദി അറിയിക്കുന്നു. ബേതൽ ഫെയ്ത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയിലുള്ള സഹോദരങ്ങളുണ്ടായിരുന്ന എല്ലാവരോടും, കുവൈറ്റിൽ നിന്ന് ജോയിൻ ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഷെയർ ചെയ്ത എല്ലാ സഹോദരങ്ങളോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.